നഗരത്തിൽ നിന്ന് കുറച്ച് കിലോമീറ്ററുകൾ മാറി ആകാശം മുട്ടെ ഉയർന്നു നിൽക്കുന്ന ആ അപ്പാർട്ട്മെന്റിന്റെ പേരാണ് സ്റ്റാർലൈറ്റ് അപ്പാർട്ട്മെന്റ്. ആ അപ്പാർട്ട്മെന്റിലെ രണ്ടാം നിലയിലെ ഫ്ലാറ്റ് നമ്പർ 203-ലാണ് പ്രശസ്ത ഗായിക നിത്യ വാടകയ്ക്ക് താമസിക്കുന്നത്. സമയം പുലർച്ചെ 5:35. വളരെ വിചിത്രമായൊരു നിശബ്ദത ആ പ്രഭാതത്തിൽ തളം കെട്ടി നിന്നിരുന്നു. ആ നിശബ്ദതയെ കൂടുതൽ എടുത്തു കാണിക്കുന്ന രീതിയിൽ ക്ലോക്കിന്റെ ടിക് ടിക് ശബ്ദം ആ ഫ്ലാറ്റിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. കൂടുകളിൽ നിന്ന് ഇരതേടിയിറങ്ങുന്ന പക്ഷികളുടെയും കുഞ്ഞുങ്ങളുടെയും സ്നേഹ സംഭാഷണങ്ങളുടെ ചിലക്കലുകൾ ആ അപ്പാർട്ട്മെന്റിലെ താമസക്കാരെ ഉണർത്തി. കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് രണ്ട് കൈകളും തലയ്ക്ക് മുകളിൽ ഉയർത്തി അലസമായൊന്ന് മൂരി നിവർന്ന് നിത്യ മെത്തയിൽ നിന്ന് എഴുന്നേറ്റു. രാത്രി മുഴുവൻ റിഹേഴ്സൽ ചെയ്തതിന്റെ ക്ഷീണം അവളുടെ ശരീരത്തിലും മുഖത്തും വ്യക്തമായിരുന്നു. പതുക്കെ എഴുന്നേറ്റ് വന്ന് മുൻവാതിൽ കുറ്റിയിട്ട് ഫ്രഷായി വീടിനുള്ളിൽ ഉപയോഗിക്കുന്ന ചെരുപ്പുകൾ ധരിച്ചു. ഇപ്പോൾ സമയം 5:45. അവൾ ഏറ്റവും പുതുതായി ചിട്ടപ്പെടുത്തിയ ആൽബത്തിലെ പാട്ട് മൂളിക്കൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. ദിവസവും രാവിലെ ചൂടുവെള്ളത്തിൽ തേൻ ചേർത്ത് കുടിക്കുന്നത് അവളുടെ പതിവാണ്. അതുകൊണ്ട് തേൻകുപ്പിയെടുത്ത് മാറ്റിവെച്ച് അടുപ്പിൽ പാത്രം വെച്ചു. ഒരു ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിച്ചു. ഇപ്പോൾ സമയം 5:50. നിത്യ അടുപ്പ് കത്തിച്ചു. സ്റ്റൗ ലൈറ്റർ ബർണറിൽ തൊട്ടതും പെട്ടെന്നൊരു ശബ്ദം. പെട്ടെന്ന് ഗ്യാസിന് തീപിടിച്ചു. തീജ്വാലകൾ പതിവില്ലാത്ത വിധം ഉയർന്നു കത്തി. നിത്യയുടെ കണ്ണുകൾ ഞെട്ടൽ കൊണ്ട് വികസിച്ചു. അവൾ നിലവിളിച്ചുകൊണ്ട് പുറകോട്ട് വേച്ചുപോയി താഴെ വീണു. പെട്ടെന്നുണ്ടായ ഗ്യാസ് ചോർച്ച കാരണം തീപിടിച്ചെല്ലാം ഒരു നിമിഷം കൊണ്ട് അവസാനിച്ചു. വീണ്ടും ഫ്ലാറ്റ് നമ്പർ 203-ൽ ദുരൂഹമായ ഒരു മൗനം തളം കെട്ടി നിന്നു. സമയം കടന്നുപോയി. ഇപ്പോൾ സമയം രാവിലെ 6 മണി. അപ്പാർട്ട്മെന്റിലെ താമസക്കാർ തങ്ങളുടെ നിത്യജോലികൾ തുടങ്ങി. നിത്യയുടെ വീടിനടുത്തുള്ള ഫ്ലാറ്റ് നമ്പർ 204-ന്റെ ഉടമ ദീപക് പുറത്തേക്ക് വന്നു. വാതിലിന് മുന്നിലുള്ള പത്രം കുനിഞ്ഞെടുത്തു. ഗ്യാസിന്റെ മണം രൂക്ഷമായി വരുന്നുണ്ടായിരുന്നു. അയാൾ ചുറ്റും നോക്കി. മുഖം ചുളിച്ചുകൊണ്ട് വായി നന്നായി ശ്വസിച്ചു നോക്കി. ഗ്യാസിന്റെ മണം എവിടെ നിന്നാ വരുന്നേ? നമ്മുടെ വീട്ടിൽ നിന്നാണോ അതോ വേറെ എവിടെയെങ്കിലും നിന്നാണോ എന്നാലോചിച്ചുകൊണ്ട് അദ്ദേഹം വീടിനുള്ളിലേക്ക് പോയി. അദ്ദേഹത്തിന്റെ ഭാര്യ ശകുന്തള അപ്പോഴാണ് ബാത്റൂമിൽ നിന്ന് വന്നത്. സ്റ്റൗ ഓണായിരുന്നില്ല. അടുക്കളയിൽ നിൽക്കുന്ന ഭർത്താവിനെ കണ്ടപ്പോൾ ഭാര്യ ചോദിച്ചു, എന്താ ഏട്ടാ, കാപ്പി വേണോ? ഒരു 5 മിനിറ്റ് നിൽക്ക്, ഞാൻ ഇട്ട് തരാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വേണ്ടടി, ഒട്ടും തിരക്കില്ല, സാവധാനം മതി. ഗ്യാസിന്റെ മണം വരുന്നു. അത് നമ്മുടെ വീട്ടിലാണോ എന്ന് നോക്കാൻ വന്നതാ എന്ന് ദീപക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എതിർവശത്തെ ഫ്ലാറ്റിലുള്ള പൂർണ്ണി നടക്കാൻ പോയിട്ട് തിരിച്ചു വന്നു. അയ്യോ, ഇതെന്താ ആകെ ഗ്യാസിന്റെ മണം? ആരുടെ വീട്ടിലാ എന്നവൾ ഉറക്കെ ചോദിച്ചു. അയൽപ്പക്കത്തുള്ള എല്ലാവരും പുറത്തേക്ക് വന്നു. എല്ലാവരും മൂക്ക് പൊത്തിപ്പിടിച്ചു. നിത്യയുടെ ഫ്ലാറ്റിൽ നിന്ന് മാത്രം ആരും വന്നില്ല. ഒരു പെൺകുട്ടി പറഞ്ഞു, നിത്യയുടെ വീട്ടിൽ നിന്നാ വരുന്നേ. നിത്യ പുറത്തേക്ക് വന്നതേയില്ലല്ലോ. എല്ലാവരും പോയി നിത്യയുടെ വീടിന്റെ വാതിലിൽ തട്ടി. നിത്യ വാതിൽ തുറന്നില്ല. മറുപടിയുമില്ല. വീണ്ടും തട്ടി. എല്ലാവരും ഒന്നിച്ചു ചേർന്ന് തട്ടി. നിത്യ, രേഖ, ആരെങ്കിലും വീട്ടിലുണ്ടോ? വാതിൽ തുറക്ക് എന്ന് മാറി മാറി വിളിച്ചു പറഞ്ഞു. പക്ഷേ ഒരു മറുപടിയുമില്ല. ഗ്യാസിന്റെ മണം കൂടിക്കൊണ്ടേയിരുന്നു. അയൽപ്പക്കക്കാർ ആശങ്കയോടെ പരസ്പരം നോക്കി. അപ്പോൾ ആ അപ്പാർട്ട്മെന്റിലെ ഒരു താമസക്കാരൻ പറഞ്ഞു, ഇനിയും കാത്തു നിൽക്കുന്നത് നല്ലതല്ല. എന്തോ വലിയ അപകടം സംഭവിച്ചിട്ടുണ്ട്. അത് പറഞ്ഞുകൊണ്ട് അയാൾ തന്റെ തോളുകൊണ്ട് വാതിലിൽ ആഞ്ഞു തള്ളി. വാതിൽ തുറന്നില്ല. പിന്നീട് ആ രണ്ടാം നിലയിലുള്ള 2-3 പുരുഷന്മാർ ഒന്നിച്ചു ചേർന്ന് തങ്ങളുടെ തോളുകൊണ്ട് വാതിലിൽ തള്ളി. വലിയ ശബ്ദത്തോടെ വാതിലിനെ ലോക്കൊടിഞ്ഞ് വാതിൽ തുറന്നു. എല്ലാവരും വേഗത്തിൽ ഉള്ളിലേക്ക് കയറി നോക്കി. അപ്പോൾ ക്ലോക്കിൽ സമയം 6:15. അവരുടെ എല്ലാവരുടെയും കണ്ണ് അടുക്കളയിലേക്കാണ് പോയത്. അടുപ്പിനടുത്ത് താഴെ തറയിൽ നിത്യ അനങ്ങാതെ കിടപ്പുണ്ടായിരുന്നു. അവളുടെ വലത് കൈയിൽ സ്റ്റൗ ലൈറ്റർ ഉണ്ടായിരുന്നു. പ്രശസ്ത ഗായികയായ നിത്യ ഇപ്പോൾ ജീവനില്ലാതെ കിടക്കുന്ന കോലം കണ്ട് അയൽക്കാർ അമ്പരന്നുപോയി. ഗ്യാസിന് മണം ആ ഫ്ലാറ്റ് മുഴുവൻ നിറഞ്ഞിരുന്നു. അവിടെ നിന്നവരെല്ലാം മൂക്കുപൊത്തി. നിത്യയുടെ അടുത്തേക്ക് പോകാൻ തന്നെ അവർ ഭയപ്പെട്ടു. പരിഭ്രാന്തിയോടെ അവർ പതുക്കെ സംസാരിച്ചു. നിത്യയുടെ അപ്പാർട്ട്മെന്റ് ഉടമയുടെ പേര് സുബ്രഹ്മണ്യം. അദ്ദേഹം 3-ാം നിലയിലാണ് താമസം. അദ്ദേഹത്തിന്റെ മകൾ രാധ വിവരം അറിഞ്ഞ് നിത്യയുടെ ഫ്ലാറ്റിലേക്ക് വന്നു. നിത്യയെ കണ്ടതും അവളുടെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. വിറയ്ക്കുന്ന കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ നിന്നു. നിത്യയുടെ ഫ്ലാറ്റിനടുത്തുള്ള ദീപക് രാധയെ നോക്കി ചോദിച്ചു, അച്ഛനെവിടെ മോളെ? ഞങ്ങളുടെ ബന്ധുവീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ട്. അതുകൊണ്ട് അച്ഛനമ്മയും ഇന്നലെ രാത്രി തന്നെ അവിടേക്ക് പോയി. ഞാൻ മാത്രമേ ഇപ്പോൾ വീട്ടിലുള്ളൂ എന്നവൾ വിറച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ എതിർ വീട്ടിലെ പൂർണ്ണി പറഞ്ഞു, നല്ല കുട്ടിയായിരുന്നു നിത്യ. എപ്പോഴും ചിരിച്ച മുഖമായിരുന്നു. അതെ ആൻറ്റി,
ഇന്നലെ പോലും ഞാൻ മാർക്കറ്റിൽ നിന്ന് വരുമ്പോൾ അവളെ കണ്ടിരുന്നു. അവളെന്നെ കണ്ട് കൈവീശി കാണിച്ചു എന്ന് രാധ പറഞ്ഞപ്പോൾ അടുത്ത വീട്ടുകാരനായ രാജൻ പറഞ്ഞു. ഞാനും ഇന്നലെ കണ്ടിരുന്നു. അടുത്ത ആഴ്ച വലിയൊരു മ്യൂസിക് പ്രോഗ്രാം ഉണ്ട്, അതിൽ പാടാൻ പോവുകയാണെന്ന് അവൾ പറഞ്ഞു. പക്ഷേ വിധി ഇത്ര ക്രൂരമായ കാര്യം ചെയ്യുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല എന്ന് അദ്ദേഹം സങ്കടത്തോടെ പറഞ്ഞു. അപ്പോൾ ആ അപ്പാർട്ട്മെന്റിലെ ഫ്ലാറ്റ് നമ്പർ 202 പുതുതായി താമസിക്കാൻ വന്ന റിട്ടയർഡ് ബാങ്ക് ഓഫീസർ കൃഷ്ണൻ പറഞ്ഞു. ഉടനെ പോലീസിൽ വിവരം അറിയിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം ഫോണെടുത്ത് പോലീസിനെ വിളിച്ചു. കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ ആ അപ്പാർട്ട്മെന്റിന് വെളിയിൽ ഒരു പോലീസ് ജീപ്പ് വന്നു നിന്നു. ഇൻസ്പെക്ടർ കാർത്തിക്കും കോൺസ്റ്റബിൾ മുരുകനും ജീപ്പിൽ നിന്നിറങ്ങി. ലിഫ്റ്റ് തുറന്നു. രണ്ടുപേരും ലിഫ്റ്റിൽ കയറി 2ാം നിലയിലേക്ക് വന്നു. അവരുടെ ബൂട്ടിന്റെ ശബ്ദം കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കി. അവരെ കണ്ടതും അയൽക്കാർ വഴിമാറി നിന്നു. ഇൻസ്പെക്ടർ കാർത്തിക് ആ ഫ്ളാറ്റിലെ ലിവിംഗ് റൂം ചുറ്റും നോക്കി. കയ്യിൽ ഗിറ്റാറുമായി വിവിധ പോസുകളിൽ നിൽക്കുന്ന നിത്യയുടെ ഫോട്ടോകൾ ആ ലിവിംഗ് റൂമിലെ ചുമരുകളെ അലങ്കരിച്ചിരുന്നു. ചില ഫോട്ടോകളിൽ നിത്യയും മറ്റൊരു പെൺകുട്ടിയും ചേർന്ന് മൈക്ക് കയ്യിൽ പിടിച്ചു പാടുന്ന ചിത്രങ്ങളും ഉണ്ടായിരുന്നു. കാർത്തിക് അതെല്ലാം നോക്കി നിന്നു. കോൺസ്റ്റബിൾ മുരുകൻ നേരെ അടുക്കളയിലേക്ക് പോയി. തൂവാല കൊണ്ട് മൂക്കുപൊത്തി പിടിച്ച് താഴെ കുത്തിയിരുന്ന് നിത്യയെ സൂക്ഷിച്ചു നോക്കി. ശേഷം എഴുന്നേറ്റ് അടുക്കള മുഴുവനൊന്ന് കണ്ണോടിച്ചു. സിലിണ്ടറിന്റെ അടുത്തേക്ക് പോയി കുനിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, സർ, ഗ്യാസിന്റെ മണം രൂക്ഷമാണ്. സ്റ്റൗ നോബ് ലൂസാണ്. അത് ശരിയായി ഓഫ് ചെയ്തിട്ടില്ല. കോൺസ്റ്റബിൾ മുരുകൻ അത് പറഞ്ഞതും ഇൻസ്പെക്ടർ കാർത്തിക് അടുക്കളയിലേക്ക് വന്നു. അടുപ്പിനടുത്തേക്ക് കുനിഞ്ഞ് സിലിണ്ടറും ബർണറിന്റെ കറുത്ത വക്കുകളും നിത്യയുടെ ശരീരത്തിലെ പൊള്ളലുകളും കണ്ണുകൾ കൊണ്ട് സ്കാൻ ചെയ്തു. ശേഷം തന്റെ ടാബ്ലറ്റിൽ കാര്യങ്ങൾ കുറിച്ചെടുത്ത് അവിടെയുള്ളവരോട് അന്വേഷിക്കാൻ തുടങ്ങി. ആദ്യം ബോഡി കണ്ടതാരാണ്? ഞങ്ങളെ ഫോണിൽ വിളിച്ചതാരാണ്? അദ്ദേഹം ചോദിച്ചു. റിട്ടയർഡ് ബാങ്ക് ഓഫീസർ കൃഷ്ണൻ സ്വയം മുന്നോട്ട് വന്ന് സംസാരിക്കാൻ തുടങ്ങി. സർ, ഞാനാണ് നിങ്ങളെ വിളിച്ചത്. എന്റെ പേര് കൃഷ്ണൻ, റിട്ടയർഡ് ബാങ്ക് ഓഫീസറാണ്. ശരി മിസ്റ്റർ കൃഷ്ണൻ, എന്താണ് സംഭവിച്ചതെന്നൊന്ന് പറയാമോ എന്ന് ഇൻസ്പെക്ടർ കാർത്തിക് ചോദിച്ചതും നടന്ന കാര്യങ്ങളൊന്നും വിടാതെ കൃഷ്ണൻ പറഞ്ഞു. ഒപ്പം സിലിണ്ടർ പൊട്ടിത്തെറിച്ചിരുന്നെങ്കിൽ വലിയ ശബ്ദം കേൾക്കേണ്ടതല്ലേ? പക്ഷേ അങ്ങനെയൊരു ശബ്ദവും ഞങ്ങൾ കേട്ടില്ല സർ. അതാണ് എനിക്കൊരു സംശയം എന്ന് കൃഷ്ണൻ പറഞ്ഞു. നിങ്ങളുടെ സംശയം ന്യായമാണ്. സിലിണ്ടർ പൊട്ടിത്തെറിച്ചിരുന്നെങ്കിൽ വലിയ ശബ്ദം കേട്ടേനെ. പക്ഷേ ഇവിടെ സിലിണ്ടർ പൊട്ടിത്തെറിച്ചിട്ടില്ല. സിലിണ്ടറിന്റെ റെഗുലേറ്റർ ഓണാണ്. സ്റ്റൗ നോബ് കുറച്ച് ലൂസായിട്ടാണുള്ളത്. ശരിയായി ഓഫ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നിത്യ അടുപ്പ് കത്തിക്കാൻ ശ്രമിച്ചപ്പോൾ പെട്ടെന്ന് തീ പിടിച്ചതാണ്. വലിയ തീജ്വാല കണ്ട ഞെട്ടലിൽ അവർ പുറകോട്ട് മറിഞ്ഞു വീണു. ഇവിടെ സിലിണ്ടർ പൊട്ടിത്തെറിച്ചിട്ടില്ല. ഗ്യാസ് ചോർന്ന് തീ പിടിച്ചതാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ശബ്ദം കേൾക്കാതിരുന്നത് എന്ന് ഇൻസ്പെക്ടർ കാർത്തിക് പറഞ്ഞപ്പോഴാണ് നടന്നത് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായത്. ശേഷം കോൺസ്റ്റബിൾ മുരുകനെ നോക്കി. ഇത് ഗ്യാസ് ലീക്ക് ആയതുകൊണ്ട് ഉണ്ടായ അപകടമാണ്. സംശയിക്കത്തക്കതായ ഒന്നുമില്ല. ഇതൊരു സാധാരണ അപകട മരണം മാത്രം. ഇൻസ്പെക്ടർ കാർത്തിക് അത് പറഞ്ഞതും കോൺസ്റ്റബിൾ മുരുകന്റെ മുഖത്ത് ആശ്വാസം തെളിഞ്ഞു. വേഗത്തിൽ തലയാട്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, അതെ സർ, ഇതൊരു സാധാരണ അപകടമാണ്. ഇൻസ്പെക്ടർ കാർത്തിക് ടാബ്ലറ്റിൽ കുറിച്ച കാര്യങ്ങൾ സേവ് ചെയ്തിട്ട് ടാബ്ലറ്റ് അടച്ചു. ശരി, അപകട മരണമാണെന്ന് ഫയൽ ചെയ്ത് റിപ്പോർട്ട് റെഡിയാക്കൂ. ബോഡി പോസ്റ്റ്മോർട്ടത്തിനയക്ക്. അവർ വിളിച്ചതനുസരിച്ച് ഫോറൻസിക് ടീം അവിടെ എത്തിയിരുന്നു. ഇൻസ്പെക്ടർ കാർത്തിക് ഫ്ലാറ്റ് നമ്പർ 203 നിന്ന് പുറത്തേക്ക് പോയി. പുറകെ കോൺസ്റ്റബിൾ മുരുകനും പോയി. അവർ പോയതും അയൽക്കാർ ദുഃഖത്തോടെ പെറുപെറുത്തു. ചിലർ മൗനമായി കരഞ്ഞു. എന്നാൽ സത്യം മറഞ്ഞിരിക്കുകയായിരുന്നു. കൂർമ്മയുള്ള കണ്ണുകൾക്കായി കാത്തിരുന്നു. അതെ, സ്റ്റൗ നോബിനടുത്ത് വളരെ ചെറിയ, ഏകദേശം കണ്ണിന് കാണാൻ പോലും കഴിയാത്ത അത്രയും ചെറിയ വെളുത്ത നിറത്തിലുള്ള പൊടി പോലെയൊന്ന് പറ്റിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. അതാരും ശ്രദ്ധിച്ചില്ല. സമയം 7:30. 2ാം നിലയിൽ ലിഫ്റ്റ് നിന്നു. ഇൻസ്പെക്ടർ കാർത്തികും കോൺസ്റ്റബിൾ മുരുകനും സംസാരിച്ചുകൊണ്ട് ലിഫ്റ്റിലേക്ക് കയറി. അപ്പോൾ അതേ ലിഫ്റ്റിൽ നിന്ന് മുടി ഭംഗിയായി കെട്ടിവെച്ച് ജോഗിംഗ് ഷൂ ധരിച്ച് പാൽ പാക്കറ്റുമായി പുറത്തിറങ്ങിയ രേഖയെ അവർ ശ്രദ്ധിച്ചില്ല. അവളാണ് നിത്യയുടെ റൂംമേറ്റും ഉറ്റ സുഹൃത്തും. നിത്യയുടെ വീട്ടിലെ ഫോട്ടോയിലുള്ളതും അവള് തന്നെ. അവളും ഒരു ഗായികയാണ്. പോലീസുകാരെ സംശയവും ആശയക്കുഴപ്പവും കലർന്ന നോട്ടത്തോടെ നോക്കിക്കൊണ്ട് അവൾ തന്റെ ഫ്ളാറ്റിന് നേരെ നടന്നു. ഫ്ളാറ്റിന് മുന്നിൽ ആൾക്കൂട്ടം കണ്ടപ്പോൾ അവൾക്ക് പരിഭ്രമമായി. വേഗത്തിൽ ഉള്ളിലേക്ക് വന്നു. എന്താ എന്താ പറ്റി? നിത്യ എവിടെ? അവൾ വെപ്രാളത്തോടെ ചോദിച്ചു. അവളെ കണ്ട് അയൽക്കാർക്ക് സഹതാപം തോന്നി. രേഖ അടുക്കളയിലേക്ക് ഓടി. അവിടെ നിത്യ കിടക്കുന്ന കോലം കണ്ട് ഞെട്ടി കയ്യിലുണ്ടായിരുന്ന പാൽ പാക്കറ്റ് താഴെ വീണു. നിത്യയെ കണ്ട് അവൾ പൊട്ടിക്കരഞ്ഞു. നിത്യയുടെ അടുത്തേക്ക് പോകാൻ തുനിഞ്ഞ അവളെ അയൽക്കാർ പിടിച്ചു മാറ്റി സോഫയിലിരുത്തി. എന്താ എന്താ പറ്റിയേ എന്ന് ചോദിച്ച് അവൾ കരഞ്ഞു. എതിർ വീട്ടിലെ പൂർണ്ണി പറഞ്ഞു, ഗ്യാസ് ലീക്കായി. ശ്രദ്ധിക്കാതെ അടുപ്പ് കത്തിക്കാൻ പോയപ്പോൾ ഇങ്ങനെ സംഭവിച്ചു. ഇത് കേട്ടതും രേഖ തലയടിച്ചു കരഞ്ഞു.
ഞാൻ ജോഗിങ്ങിന് പോകുമ്പോൾ അവളെ വിളിച്ചുണർത്തിയിട്ടാണ് പോയേ. ഇങ്ങനെ സംഭവിക്കുന്ന അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവളെ വിളിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞ് അവൾ നിലവിളിച്ചു. അവളുടെ കണ്ണുനീർ കണ്ടുനിന്നവരുടെ ഉള്ളുലച്ചു. അവളെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ എല്ലാവരും നിശബ്ദരായി നിന്നു. നിത്യ വളരെ സുന്ദരിയാണ്. കാണുന്നവരെ ആകർഷിക്കുന്ന സൗന്ദര്യം. അവളുടെ ജ്യേഷ്ഠന്റെ പേര് അരവിന്ദ്. നിത്യയുടെ അച്ഛന്റെ പേര് രഘു. അമ്മയുടെ പേര് പാർവതി. അരവിന്ദ് പഠനം കഴിഞ്ഞ് ചെന്നൈയിലുള്ള ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലിക്ക് ചേർന്നു. നിത്യയ്ക്ക് വലിയ ഗായിക ആകണമെന്നായിരുന്നു ആഗ്രഹം. അതുകൊണ്ട് അവൾ മ്യൂസിക് കോളേജിൽ ചേർന്നു. കോളേജിൽ അവസാന വർഷം പഠിക്കുകയായിരുന്നു. അപ്പോഴാണ് അപ്രതീക്ഷിതമായി ആ വാഹനാപകടം നടന്നത്. രഘുവും പാർവതിയും സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. അതിനുശേഷം നിത്യയ്ക്ക് അച്ഛനമ്മയും ചേട്ടനും എല്ലാം അരവിന്ദായിരുന്നു. നിത്യയുടെ പഠനം കഴിയുന്നതുവരെ കോളേജ് ഹോസ്റ്റലിൽ നിൽക്കാൻ അവൻ ഏർപ്പാടാക്കി. കോളേജ് ഹോസ്റ്റലിൽ റൂംമേറ്റായി പരിചയപ്പെട്ടവളാണ് രേഖ. ദിവസങ്ങൾ കഴിയവേ രണ്ടുപേരും വലിയ കൂട്ടുകാരായി. പഠനം കഴിഞ്ഞപ്പോൾ രണ്ടുപേർക്കും ചെന്നൈയിൽ ഒരു പരിപാടിയിൽ പാടാൻ അവസരം ലഭിച്ചു. അരവിന്ദിനോട് നിത്യ കാര്യം പറഞ്ഞു. ഉടനെ അരവിന്ദ് ചെന്നൈയിൽ നിന്ന് അല്പം മാറി സ്റ്റാർലൈറ്റ് അപ്പാർട്ട്മെന്റിൽ ഒരു വീട് വാടകയ്ക്കെടുത്ത് നിത്യയും രേഖയും അവിടെ താമസിപ്പിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. നിത്യയുടെ തേന്മധുര ശബ്ദത്തിനും സംഗീതത്തിനും ആരാധകർ കൂടിക്കൂടി വന്നു. ജീവിതം നല്ല രീതിയിൽ മുൻപോട്ട് പോയി. ഇനി കുറച്ചു ദിവസത്തിനുള്ളിൽ പ്രശസ്തനായ ഒരു സംഗീത സംവിധായകന്റെ സംഗീതത്തിൽ നിത്യ ആദ്യമായി സിനിമയിൽ പാടാൻ പോവുകയാണ്. ആ ദിവസത്തിനായി അവൾ ആവേശത്തോടെ കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ വിധി തിരിച്ചു വരാൻ കഴിയാത്ത മറ്റൊരു ലോകത്തേക്ക് അവളെ കൂട്ടിക്കൊണ്ടുപോയി. സംഭവം അറിഞ്ഞ അരവിന്ദ് ഓടിയെത്തി. നിത്യയെ കണ്ട് അവൻ തകർന്നുപോയി. ഉരുകി കണ്ണീർ വാർത്തു. രേഖയും ഭക്ഷണവും വെള്ളവുമില്ലാതെ കരഞ്ഞുകൊണ്ടേയിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ എത്തി. നിത്യയുടെ ശരീരം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി. ഫോറൻസിക് ടീം ഫ്ലാറ്റ് നമ്പർ 203 മുഴുവനായും പരിശോധിച്ചു. പ്രത്യേകിച്ച് അടുക്കളയിലുണ്ടായിരുന്ന വിരലടയാളങ്ങൾ, സ്റ്റൗ ലൈറ്റ് തുടങ്ങിയവയെല്ലാം ശേഖരിച്ചു. ഫോട്ടോഗ്രാഫർ ഫ്ളാറ്റിന്റെ ഓരോ മുക്കുമൂലയും വിടാതെ ഫോട്ടോ എടുത്തു. ശേഷം അടുക്കള മാത്രം പൂട്ടി സീൽ ചെയ്തു വെച്ചിട്ട് അവർ പോയി. നിത്യയുടെ മരണം ഗ്യാസ് ചോർച്ച മൂലമുണ്ടായ അപകടമാണെന്ന് കുറിപ്പെഴുതി അവർ മടങ്ങി. എല്ലാ ചടങ്ങുകളും കഴിഞ്ഞു. അന്നത്തെ ദിവസം വളരെ സങ്കടകരമായ സാഹചര്യത്തിൽ അവസാനിച്ചു. പിറ്റേന്ന് നേരം വെളുത്തു. നിത്യയുടെ സാധനങ്ങൾ കയ്യിൽ വെച്ചുകൊണ്ട് വീടിന് വെളിയിലെ പടിക്കെട്ടിൽ ഇരിക്കുകയായിരുന്നു അരവിന്ദ്. അവൾ പാടുന്നത്, അവളുടെ ചിരി, കുട്ടിക്കാലത്ത് അവൾ കാണിച്ച കുസൃതികൾ, അവളുടെ പ്രിയപ്പെട്ട മൈക്ക്, അവൾക്ക് ജീവനായിരുന്ന ഗിറ്റാർ, ഇങ്ങനെ ഓരോന്നും നോക്കി അവൻ കണ്ണീർ വാർത്തുകൊണ്ടിരുന്നു. നിത്യയില്ലെന്ന സത്യം അവന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അവനുള്ളിൽ എന്തെന്നില്ലാത്ത ഒരു പരവേശം, എന്തോ ഒരു പൊരുത്തക്കേട്, എന്തൊക്കെയോ താൻ ശ്രദ്ധിക്കാതെ വിട്ടുപോയി, എന്തോ ഒന്ന് തെറ്റായി നടന്നിട്ടുണ്ട് എന്ന ചിന്ത വീണ്ടും വീണ്ടും അവനുള്ളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. നിത്യയുടെ മരണം സ്വാഭാവികമാണോ? സിലിണ്ടറിൽ നിന്ന് ഗ്യാസ് പെട്ടെന്ന് എങ്ങനെ ലീക്കായി? സ്റ്റൗ നോബ് ലൂസായിരുന്നു. നിത്യ അതെങ്ങനെ ശ്രദ്ധിക്കാതെ പോയി? എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ഒന്നും അത്ര സ്വാഭാവികമായി തോന്നുന്നില്ലല്ലോ. എന്തോ ഒന്ന് നടന്നിട്ടുണ്ട്. അതെന്തായിരിക്കും? ആർക്കാണ് നിത്യയോട് ഇത്ര പക? അവൾ എന്ത് തെറ്റാ ചെയ്തേ? അവളെ ആരാണ് ഇങ്ങനെ ചെയ്തത്? എനിക്കെന്താ ഇപ്പോ ഇങ്ങനെയൊക്കെ തോന്നുന്നേ? എന്നിങ്ങനെ തനിക്കുള്ളിൽ ഉയരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ അവൻ വിഷമിച്ചു. ആ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കണ്ടെത്തിയേ തീരൂ എന്ന ലക്ഷ്യത്തോടെ അവൻ അവിടെ നിന്ന് പുറപ്പെട്ടു. AK ലോ ഫേം എന്ന് പേരെഴുതി പതിച്ച ബോർഡ് വെച്ച ഓഫീസിനുള്ളിൽ കാവ്യ കേസ് സംബന്ധമായ ഫയലുകൾ മറച്ചു നോക്കുകയായിരുന്നു. ഫ്ലാസ്കിൽ നിന്ന് 2 കപ്പുകളിലേക്ക് ചായ ഒഴിച്ചുകൊണ്ട് അഞ്ജലി കാവ്യക്കടുത്തായിരുന്നു. അപ്പോഴാണ് കോളിംഗ് ബെൽ ശബ്ദം കേട്ടത്. യെസ് കമിൻ, കാവ്യ പറഞ്ഞു. അരവിന്ദ് മടിയോടെ ഉള്ളിൽ വന്നു. ഇവിടെ വക്കീൽ കാവ്യ, അഞ്ജലി. ആ യെസ്, അത് ഞങ്ങളാണ്, പ്ലീസ് ഇരിക്കൂ എന്ന് കാവ്യ പറഞ്ഞതും അഞ്ജലി ഒരു കസേര വലിച്ചിട്ട് കൊടുത്തു. അരവിന്ദിനെ നോക്കി പറഞ്ഞു. നിങ്ങളാകെ പരിഭ്രമിച്ചിരിക്കുകയാണല്ലോ, ആദ്യം ഇരിക്ക് എന്ന് അഞ്ജലി പറഞ്ഞതും അവൻ ആ കസേരയിൽ ഇരുന്നു. അഞ്ജലി അവന് കുടിക്കാൻ കുറച്ച് വെള്ളം കൊടുത്തു. അവനത് വാങ്ങി കുടിച്ചു. ശേഷം പതുങ്ങിയ സ്വരത്തിൽ പറഞ്ഞു. മാഡം, എൻ്റെ പേര് അരവിന്ദ്. എൻ്റെ അനിയത്തിയുടെ പേര് നിത്യ, പ്രശസ്ത ഗായികയാണ്. ഇന്നലെ അവൾ മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ട് അവൻ കണ്ണീർ തുടച്ചു. കാവ്യയും അഞ്ജലിയും പരസ്പരം നോക്കി. കുറച്ചുനേരം അവിടെ നിശബ്ദത പടർന്നു. അരവിന്ദ് സാധാരണ നിലയിലേക്ക് വന്ന് അവനായി തന്നെ സംസാരം തുടങ്ങട്ടെ എന്ന് കരുതി കാവ്യയും അഞ്ജലിയും കാത്തിരുന്നു. ഒരു വലിയ നെടുവീർപ്പിന് ശേഷം അരവിന്ദ് സംസാരം തുടർന്നു. ഇന്നലെ രാവിലെ ഗ്യാസ് ലീക്കായി അവൾ മരിച്ചുവെന്നാണ് എല്ലാവരും പറയുന്നത്. ഇതൊരു അപകടമാണെന്ന് പോലീസും പറയുന്നു. പക്ഷേ അരവിന്ദ് മടിക്കുന്നത് കണ്ടപ്പോൾ, പേടിക്കാതെ പറയൂ, ഞങ്ങളുണ്ടല്ലോ, എന്താ സംഭവിച്ചേ എന്ന് കാവ്യ ചോദിച്ചു. എനിക്കിതൊരു അപകടമായി തോന്നുന്നില്ല.
ആരോ ചെയ്ത ചതിയാണെന്ന് തോന്നുന്നു, അവൻ ഉറപ്പിച്ചു പറഞ്ഞു. കാവ്യ മുന്നോട്ട് വന്നു. നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? കാവ്യ ശാന്തമായി ചോദിച്ചു. ഉണ്ട്, പക്ഷേ അത് ആരാണെന്ന് എനിക്കറിയില്ല. അവളുടെ കഴിവ് കണ്ടും വളർച്ച കണ്ടും അസൂയപ്പെടുന്നവർ ഒരുപാടുണ്ട്. അടുത്ത ആഴ്ച ഒരു പ്രശസ്ത സംഗീത സംവിധായകന്റെ സംഗീതത്തിൽ അവൾ സിനിമയിൽ പാടാൻ പോവുകയായിരുന്നു. അത് തടയാൻ ആഗ്രഹിച്ച ആരോ ആണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. പക്ഷെ ആരാണെന്ന് എനിക്കറിയില്ല. നിങ്ങളാണ് ആ കുറ്റവാളിയെ കണ്ടെത്തേണ്ടത് എന്ന് പറഞ്ഞ് നിർത്തി അരവിന്ദ്. തീർച്ചയായും ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ എന്ന് അരവിന്ദനെ നോക്കി ഒരല്പം മടിയോടെ കാവ്യ ചോദിച്ചപ്പോൾ തന്റെ അച്ഛനമ്മമാരെക്കുറിച്ചും തന്റെ ഗ്രാമജീവിതത്തെക്കുറിച്ചും നിത്യയുടെ സ്വപ്നങ്ങളെക്കുറിച്ചുമെല്ലാം അരവിന്ദ് പറഞ്ഞു. അവൾക്കായി പോരാടാൻ, അവൾക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ ഈ ലോകത്ത് ഞാൻ മാത്രമേ ഉള്ളൂ. അവൾക്കായി ഞാൻ പോരാടിയില്ലെങ്കിൽ വേറെ ആരിത് ചെയ്യാനാണ്? അവളുടെ മരണത്തിന് നീതി കിട്ടണം മാഡം, അരവിന്ദ് പറഞ്ഞു. മനക്കരുത്തോടെ പറഞ്ഞ ആ വാക്കുകൾ ആ മുറിയിൽ അല്പനേരം ഒരു ഞെട്ടലുണ്ടാക്കുന്ന നിശബ്ദത സൃഷ്ടിച്ചു. അഞ്ജലി മൗനമായി കാവ്യയെ നോക്കി. വിഷമിക്കേണ്ട മിസ്റ്റർ അരവിന്ദ്. സത്യത്തിൽ നിങ്ങളുടെ അനിയത്തിയുടെ മരണം സ്വാഭാവികമാണോ അല്ലയോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഞങ്ങൾ നിങ്ങളെ സഹായിക്കാമെന്ന് അഞ്ജലി പറഞ്ഞതും കാവ്യ അവളുടെ ടാബ് എടുത്ത് എഴുന്നേറ്റു. ഈ കേസ് അന്വേഷിക്കുന്ന ഇൻസ്പെക്ടറുടെ പേരെന്താണ്? ഏതാ സ്റ്റേഷൻ? ഇൻസ്പെക്ടർ കാർത്തിക്, S2 സൺറൈസ് നഗർ പോലീസ് സ്റ്റേഷൻ. ശരി, ആദ്യം നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം എന്ന് കാവ്യ പറഞ്ഞതും രണ്ടുപേരുടെയും മൊബൈൽ ഫോൺ ബാഗിലിട്ടുകൊണ്ട് അഞ്ജലി ഇറങ്ങി. മൂന്നുപേരും S2 സൺറൈസ് നഗർ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു. ഇൻസ്പെക്ടർ കാർത്തികിനെ കണ്ട് കാവ്യയും അഞ്ജലിയും സംസാരിച്ചു. സർ, ഞാൻ കാവ്യ, ഇത് അഞ്ജലി. ഞങ്ങൾ വക്കീലന്മാരാണ്. അതെ മാഡം, എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും കുറിച്ചറിയാം. പറയൂ മാഡം, എന്താ വിഷയം? ഇന്നലെ സ്റ്റാർലൈറ്റ് അപ്പാർട്ട്മെന്റിൽ നിത്യ എന്ന ഗായിക ഗ്യാസ് ലീക്കായി മരിച്ചില്ലേ? അതെ. അതിനെന്താ? ഇദ്ദേഹത്തിന്റെ പേര് അരവിന്ദ്. മരിച്ച നിത്യയുടെ സഹോദരനാണ്. ഞങ്ങളുടെ ക്ലയന്റ്. നിത്യയുടെ മരണം ഒരു അപകടമല്ല, ആരോ ആസൂത്രിതമായി ചെയ്തതാണെന്ന് ഇദ്ദേഹം സംശയിക്കുന്നു. പക്ഷെ അവിടെ സംശയിക്കത്തക്കതായി ഒന്നുമില്ലല്ലോ മാഡം. അതറിയാം, പക്ഷേ ഞങ്ങളുടെ ഒരു തൃപ്തിക്ക് വേണ്ടി ഞങ്ങൾക്ക് ആ ഫ്ലാറ്റ് ഒന്ന് കാണാൻ ആഗ്രഹമുണ്ട്, പ്രത്യേകിച്ച് അടുക്കള. അതിന് നിങ്ങൾ അനുമതി നൽകണം. മാഡം, ഇത് സാധാരണ നടപടിക്രമങ്ങൾക്കെതിരാണ്. എങ്കിലും എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും നന്നായി അറിയാം. നിങ്ങളൊരു കേസ് ഏറ്റെടുത്താൽ അത് സത്യസന്ധതയ്ക്ക് ലഭിക്കാൻ പോകുന്ന മറ്റൊരു വിജയമായിരിക്കും. അതുമാത്രമല്ല, അരവിന്ദിന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എനിക്കും ഒരു അനിയത്തിയുണ്ട്, അതുകൊണ്ട് ഞാൻ നിങ്ങളെ അനുവദിക്കാം. പക്ഷെ ഒരു കണ്ടീഷൻ. ഫോറൻസിക് റിപ്പോർട്ട് ഇതുവരെ വന്നിട്ടില്ല, അതുകൊണ്ട് ക്രൈം സീൻ ഡിസ്റ്റർബ് ചെയ്യരുത്. ഒരു കോൺസ്റ്റബിൾ നിങ്ങളുടെ കൂടെ വരും എന്ന് പറഞ്ഞിട്ട് കോൺസ്റ്റബിൾ മുരുകനെ നോക്കി കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാണിച്ചു ഇൻസ്പെക്ടർ കാർത്തിക്. വരൂ മാഡം എന്ന് പറഞ്ഞ് കോൺസ്റ്റബിൾ മുരുകൻ മുൻപേ നടന്നു. അദ്ദേഹത്തിന് പിന്നാലെ അരവിന്ദ്, കാവ്യ, അഞ്ജലി എന്നിവർ നടന്നുപോയി. നിത്യയുടെ ഫ്ളാറ്റിനുള്ളിൽ കയറി. അടുക്കള വാതിലിൽ ഒട്ടിച്ചിരുന്ന സീൽ കോൺസ്റ്റബിൾ മുരുകൻ തുറന്നു. ആദ്യം കാവ്യ അടുക്കളയിലേക്ക് കയറി. അവൾക്ക് പിന്നാലെ അഞ്ജലി വന്നു. കാവ്യയുടെ കണ്ണുകളെല്ലാം ശ്രദ്ധാപൂർവം സ്കാൻ ചെയ്തു. സ്റ്റൗ ഓഫായിരുന്നു. റെഗുലേറ്റർ അല്പം വളഞ്ഞിരുന്നു. തറയിൽ നിത്യയുടെ മൃതദേഹം കിടന്ന സ്ഥലത്ത് ചോക്ക് പീസ് കൊണ്ട് വട്ടം വരച്ചിരുന്നു. സ്റ്റൗവിന്റെ നോബിനടുത്ത് അഞ്ജലി കുനിഞ്ഞു സൂക്ഷിച്ചു നോക്കി. വിചിത്രമായിരിക്കുന്നു. ഇത് ദിവസവും ഉപയോഗിക്കുന്നവരുണ്ടല്ലേ? ഇങ്ങനെയൊരു സ്ഥലത്ത് കൈരേഖകളില്ലാതെ എങ്ങനെയിരിക്കും എന്ന് അവൾ തന്നോട് തന്നെ ചോദിച്ചു. പിന്നീട് അടുക്കളയിൽ നിന്ന് കാവ്യ പുറത്തേക്ക് വന്നു. ലിവിംഗ് റൂമിൽ ഇരിക്കുന്ന നിത്യയുടെ ഫോട്ടോകൾ നോക്കി. എന്നെ കൊന്നതാണ്, നിങ്ങളാണ് കുറ്റവാളിയെ കണ്ടെത്തേണ്ടത്. ഇത് അപകടം പിടിച്ച സ്ഥലമാണ് എന്ന് നിത്യയുടെ കണ്ണുകൾ തന്നോട് പറയുന്നതായി അവൾക്ക് തോന്നി. അടുക്കളയിൽ നിന്ന് അഞ്ജലി പുറത്തേക്ക് വന്നു. അരവിന്ദ് അവരെ നോക്കി ചോദിച്ചു. മാഡം, ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായോ? അതെ മിസ്റ്റർ അരവിന്ദ്, ഇവിടെ എന്തോ തകരാറുണ്ട്. അതെ, ഈ ഫോട്ടോയിലുള്ളത് തന്നെയാണോ നിങ്ങളുടെ അനിയത്തി നിത്യ? അതെ മാഡം, ഇവള് തന്നെ. അപ്പോ ആ ഫോട്ടോയിൽ നിത്യയുടെ കൂടെയുള്ളതാരാണ്? അത് രേഖ, നിത്യയുടെ അടുത്ത സുഹൃത്താണ്. അവർ എവിടെ? ഇവിടെ തന്നെയാ താമസം. നിത്യയും അവളും ഒന്നിച്ച് ഒരേ വീട്ടിലാ താമസിക്കുന്നേ എന്ന് അരവിന്ദ് പറഞ്ഞപ്പോൾ കാവ്യയും അഞ്ജലിയും പരസ്പരം നോക്കി. ആ നോട്ടത്തിൽ ഒരു സംശയം ഉണ്ടായിരുന്നു. അഞ്ജലി ചോദിച്ചു, ഇപ്പോൾ അവർ എവിടെ? അത് മാഡം, ഇവിടെ നിന്നാൽ നിത്യയുടെ ഓർമ്മ വരുന്നു, അതുകൊണ്ട് ഇന്നൊരു ദിവസം അവളുടെ മറ്റൊരു സുഹൃത്തായ ഗീതയുടെ വീട്ടിൽ പോയി നിൽക്കാമെന്ന് പറഞ്ഞ് പോയിരിക്കുകയാണ്. ഓ, ഓക്കെ എന്ന് ഒരു തീരുമാനത്തിലെത്തിയതുപോലെ കാവ്യ പറഞ്ഞപ്പോൾ അഞ്ജലി പറഞ്ഞു. ശരി മിസ്റ്റർ അരവിന്ദ്, ഈ കേസ് ഞങ്ങൾ ഏറ്റെടുക്കുന്നു. നിങ്ങളുടെ അനിയത്തിക്ക് തീർച്ചയായും നീതി ലഭിക്കും. കുറ്റവാളിക്ക് ഞങ്ങളുടെ അടുത്ത് നിന്ന് ഓടാനോ ഒളിക്കാനോ കഴിയില്ല. വി ആർ വാച്ചിങ്. പിറ്റേന്ന് രാവിലെ കാവ്യയും അഞ്ജലിയും നിത്യയുടെ ഫ്ളാറ്റിലേക്ക് വന്നു. വരൂ മാഡം, നിങ്ങൾക്കായി കാത്തിരിക്കുകയായിരുന്നു, അരവിന്ദ് പറഞ്ഞു. അഞ്ജലി അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. അവന്റെ കണ്ണുകൾ ചുവന്നിരുന്നു. കൺതടങ്ങൾ വീങ്ങിയിരുന്നു. രാത്രി മുഴുവൻ ഉറങ്ങാതെ കരയുകയായിരുന്നു.
എന്ന് ചോദിച്ച അഞ്ജലിയെ അരവിന്ദ് അത്ഭുതത്തോടെ നോക്കി. നിങ്ങൾക്ക് എങ്ങനെ അറിയാം മാഡം? അതൊക്കെ വക്കീൽ സീക്രട്ട് എന്ന് അഞ്ജലി ഒരു ചെറു ചിരിയോടെ പറഞ്ഞു. ശരി അരവിന്ദ്, രേഖ ഇതുവരെ വന്നില്ലേ? ഇതുവരെ വന്നില്ല മാഡം, വിവരം അറിയിച്ചിട്ടുണ്ട്, അരവിന്ദ് സാധാരണ പോലെ പറഞ്ഞു. കാവ്യയും അഞ്ജലിയും പരസ്പരം നോക്കി ഗൂഢമായി ചിരിച്ചു. ശേഷം അരവിന്ദിനെ നോക്കി കാവ്യ പറഞ്ഞു, അയൽക്കാരെ ഒന്ന് ഇങ്ങോട്ട് വരാൻ പറയൂ, നമുക്ക് അന്വേഷണം ആരംഭിക്കാം. കാവ്യ അങ്ങനെ പറഞ്ഞതും അരവിന്ദ് പുറത്തു പോയി എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവന്നു. എല്ലാവരും തങ്ങൾക്കിടയിൽ സംസാരിച്ചും പെറുപെറുത്തുമാണ് വന്നത്. നിത്യയുടെ മരണം അപകടമല്ലെന്ന വാർത്ത പരന്നതോടെ എല്ലാവരിലും ആകാംക്ഷ കൂടി. നിത്യയുടെ മരണത്തിന് ആരാണ് കാരണമെന്നറിയാൻ പലർക്കും വലിയ താല്പര്യമുണ്ടായിരുന്നു. ചിലർക്ക് പോലീസ്, വക്കീൽ, വിചാരണ എന്നിവയോർത്ത് ഭയവും ഉണ്ടായിരുന്നു. ചിലർ നിത്യയോർത്ത് സഹതാപപ്പെട്ടു. ഈ കേസ് കാരണം നമ്മുടെ ജോലികളെല്ലാം മുടങ്ങുന്നല്ലോ എന്ന് ചിലർ ദേഷ്യപ്പെട്ടു. ഇവരാണ് കാവ്യ, അഞ്ജലി, വക്കീലന്മാരാണ്. നിത്യയുടെ കേസിനെ കുറിച്ച് അന്വേഷിക്കാൻ വന്നതാണ് എന്ന് അരവിന്ദ് പരിചയപ്പെടുത്തിയപ്പോൾ ചിലരുടെ മുഖത്ത് ആകാംക്ഷയും സന്തോഷവും കണ്ടു. ചിലരുടെ മുഖത്ത് പരിഭ്രമം തെളിഞ്ഞു. ഓരോരുത്തരും തങ്ങളെ പരിചയപ്പെടുത്താൻ കുറച്ച് സമയമെടുത്തു. ശരി, എല്ലാവരും എത്തിയല്ലോ, ഇനി ചോദ്യം ചെയ്യൽ ആരംഭിക്കാമോ എന്ന് കാവ്യ ചിരി മായാതെ ചോദിച്ചപ്പോൾ എല്ലാവരും ശരിയെന്ന് തലയാട്ടി. നിങ്ങളാരും ഭയപ്പെടാനോ പരിഭ്രമിക്കാനോ പാടില്ല. സത്യം എന്താണെന്ന് കണ്ടെത്താനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇന്നലെ രാവിലെ നിങ്ങൾ എന്തെങ്കിലും വ്യത്യസ്തമായോ പുതുതായോ കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഞങ്ങളോട് പറയണം. ഓരോ ചെറിയ കാര്യവും ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് കാവ്യ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അക്കൂട്ടത്തിൽ നിന്ന് ഒരുത്തൻ പതുക്കെ നീങ്ങിപ്പോകാൻ ശ്രമിച്ചു. അവന്റെ പേര് അരുൺ. നിത്യയുടെ ഫ്ളാറ്റിൽ നിന്ന് 2 ഫ്ളാറ്റ് മാറി താമസിക്കുന്ന ഒരു യുവാവ്. ഇവനും ഒരു സംഗീതജ്ഞനാണ്. ജീവിതത്തിൽ വിജയിക്കണം എന്ന സ്വപ്നങ്ങളുമായി ചെന്നൈയിലെത്തിയ പല യുവാക്കളിൽ ഒരുവൻ. അവന്റെ കയ്യിൽ അവന്റെ ഗിറ്റാർ ഉണ്ടായിരുന്നു. അപ്പോൾ ഫ്ളാറ്റ് നമ്പർ 204 ദീപക്, ഇവനാണ് എപ്പോഴും നിത്യയുടെ പിന്നാലെ ചുറ്റിക്കറങ്ങി നടന്നിരുന്നത് എന്ന് അരുണിനെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു. കാവ്യയും അഞ്ജലിയും അവനെ നോക്കി. മിസ്റ്റർ, ഇങ്ങോട്ട് വരൂ എന്ന് അഞ്ജലി പറഞ്ഞതും അരുൺ മടിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു. നിങ്ങളുടെ പേര് അരുൺ, നിങ്ങളും നിത്യയും തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിച്ചിട്ട് അഞ്ജലി അവനെ സൂക്ഷിച്ചു നോക്കി. അരുൺ തലതാഴ്ത്തി മിണ്ടാതെ നിന്നു. ശേഷം പറഞ്ഞു, മാഡം, ഞാൻ അവളെ ജീവന് തുല്യം സ്നേഹിച്ചിരുന്നു. അവളുടെ ശബ്ദത്തിനുള്ള കോടിക്കണക്കിന് ആരാധകരിൽ ഞാനും ഒരാളാണ്. ആർക്കുമില്ലാത്ത ഒരു ദൈവിക ശബ്ദമാണ് അവളുടേത്. ഞാൻ അവളെ പ്രപ്പോസ് ചെയ്തു. പക്ഷെ അവൾ എന്റെ പ്രണയം സ്വീകരിച്ചില്ല. സംഗീത ലോകത്ത് വലിയൊരു ഗായികയായി വരണമെന്നത് മാത്രമായിരുന്നു അവളുടെ ലക്ഷ്യം. അവളെന്നെ പ്രണയിച്ചില്ല. അവൾ പ്രണയിച്ചത് സംഗീതത്തെ മാത്രമാണ് എന്ന് കിതപ്പോടെ പറഞ്ഞു നിർത്തി അരുൺ. അയൽക്കാർ തങ്ങൾക്കിടയിൽ പതുക്കെ സംസാരിക്കാൻ തുടങ്ങി. ശരി മിസ്റ്റർ അരുൺ, ഇന്നലെ രാവിലെ സംഭവം നടക്കുമ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു എന്ന് കാവ്യ ചോദിച്ചതും അരുൺ പരിഭ്രമിച്ചു. അവൻ കൈപ്പത്തികൾ കൂട്ടിത്തിരുമാൻ തുടങ്ങി. കാവ്യയുടെ കണ്ണുകൾ അവനിലേക്ക് തുളച്ചു കയറി. രാവിലെ സംഭവം നടന്നപ്പോ എന്ന് അരുൺ വിറച്ചു. പിന്നെ അവൻ സമനില വീണ്ടെടുത്ത് വീണ്ടും പറഞ്ഞു തുടങ്ങി. എന്നെ നിത്യ വേണ്ടെന്ന് പറഞ്ഞ അന്നു മുതൽ എനിക്ക് ഉറക്കമില്ല. ഇന്നലെയും പതിവ് പോലെ എനിക്ക് ഉറക്കം വന്നില്ല. അതുകൊണ്ട് ടെറസിലേക്ക് പോകുന്ന വഴിയിലുള്ള പടിക്കെട്ടിലിരുന്ന് ഞാൻ ഗിറ്റാർ വായിക്കുകയായിരുന്നു. രാവിലെ വരെ അവിടെ തന്നെയായിരുന്നു. അപ്പോഴാണ് എല്ലാവരും ഗ്യാസിന്റെ മണം നിത്യ എന്ന് വിളിച്ചു കൂവുന്നത് കേട്ടത്. ആ ശബ്ദം കേട്ടാണ് ഞാനും താഴേക്ക് വന്നത്. അതെ, നിത്യയുടെ വീടിന് മുന്നിൽ നിങ്ങൾ ചുറ്റിക്കറങ്ങുന്നത് കണ്ട സാക്ഷികൾ ഞങ്ങളുടെ പക്കലുണ്ട്. ഇന്നലെ രാത്രി നിങ്ങൾ അവളെ കാണാൻ ശ്രമിച്ചിരുന്നു അല്ലേ എന്ന് അഞ്ജലി ചോദിച്ചതും അരുൺ ഞെട്ടിപ്പോയി. അല്ല, സത്യമായി ഞാൻ അവളെ കാണാൻ ശ്രമിച്ചില്ല. അവളെ എനിക്ക് മറക്കാൻ കഴിയുന്നില്ല എന്നത് സത്യമാണ്. അവളെക്കുറിച്ച് ഓർക്കാതെ ഒരു നിമിഷം പോലും ഇരിക്കാൻ കഴിയില്ല എന്നതും സത്യം. പക്ഷെ ഒരു പെൺകുട്ടി വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അവളെ ശല്യപ്പെടുത്തുന്ന അത്ര മോശം പയ്യനല്ല ഞാൻ. ദേഷ്യം കൊണ്ട് അരുൺ പൊട്ടിത്തെറിച്ചു. മാഡം, ഇന്നലെ പോലീസ് ഞങ്ങളുടെ എല്ലാം വിരലടയാളം എടുത്തിട്ടുണ്ട്. നിത്യയുടെ ഡയറിയും കൊണ്ടുപോയിട്ടുണ്ട്, അരവിന്ദ് പറഞ്ഞു. ശരി, ഫോറൻസിക് റിപ്പോർട്ട് വരട്ടെ. അതുവരെ ആരെയും കുറ്റവാളിയായി ഉറപ്പിക്കണ്ട എന്ന് അഞ്ജലി പറയുമ്പോൾ തന്നെ അവളെ തടഞ്ഞുകൊണ്ട് എതിർ വീട്ടിലെ പൂർണി പറഞ്ഞു. മാഡം, ഈ വീടിന്റെ ഉടമസ്ഥൻ സുബ്രഹ്മണ്യാണ്. അദ്ദേഹത്തിന്റെ മകൾ രാധ ദാ ഇവിടെ നിൽക്കുന്നവൾ. ഇടയ്ക്കിടെ നിത്യയുമായി വഴക്കിടാറുണ്ട്. അതിന് ഞങ്ങളെല്ലാവരും സാക്ഷിയാണ്. പൂർണി അത് പറഞ്ഞതും എല്ലാവരും രാധയെ സംശയത്തോടെ നോക്കി. അതെ, ഞാൻ വഴക്കിട്ടു എന്നത് ശരിയാണ്. പാട്ടുപാടി നിന്ന പേരിൽ പാതിരാത്രിയിൽ അലറി വിളിച്ച് എല്ലാവരുടെയും ഉറക്കം കളഞ്ഞ മടിയിലിരുത്തി കൊഞ്ചിക്കാൻ പറ്റൂ? അവളുടെ റിഹേഴ്സൽ കാരണം ഇവിടെയുള്ളവരുടെ ഉറക്കം പോവാണ്. അതുകൊണ്ടാണ് ദേഷ്യപ്പെട്ട് വഴക്കുണ്ടാക്കിയത്. അതിനവളെ ഇല്ലാതാക്കണമെന്ന ചിന്തയൊന്നും എനിക്കില്ല. രാധ തുറന്നടിച്ചു. അഞ്ജലി അവളെ അത്ഭുതത്തോടെ നോക്കി. പക്ഷേ മിനിയാന്ന് വൈകുന്നേരം നീ പുതിയ ഗ്യാസ് സിലിണ്ടർ വാങ്ങിയതായി സെക്യൂരിറ്റി പറഞ്ഞല്ലോ, അത് സത്യാണോ എന്ന് പെട്ടെന്ന് അഞ്ജലി ചോദിച്ചതും രാധ വിയർത്തു. രാധ,
സത്യം മറച്ചു വയ്ക്കാതെ പറ, കാവ്യ പറഞ്ഞു. ഞാൻ ഗ്യാസ് സിലിണ്ടർ വാങ്ങിയത് സത്യമാണ്. ഞങ്ങളുടെ വീട്ടിലെ ഗ്യാസ് തീർന്നുപോയി. അമ്മ ബുക്ക് ചെയ്തിരുന്നു. സിലിണ്ടർ ഓഫീസിൽ നിന്നും ഡെലിവറി ചെയ്യുന്നവർ കൊണ്ടുവന്നു. വേണമെങ്കിൽ ഓഫീസിൽ വിളിച്ച് അന്വേഷിച്ച് നോക്കൂ. പുതിയ സിലിണ്ടർ കണക്ഷൻ പോലും കൊടുക്കാതെ വീട്ടിലുണ്ട്. എനിക്ക് പാചകമൊന്നും അറിയില്ല. ഓർഡർ ചെയ്താണ് ഇപ്പോൾ കഴിക്കുന്നത്. ശരി രാധ, ഒരു സത്യം കൂടി മറച്ചു വയ്ക്കാതെ പറയണം. നിത്യയോട് നിനക്ക് അസൂയുണ്ടായിരുന്നു അല്ലേ? അവളുടെ വിജയം നിനക്കുള്ളതിൽ ഒരു അപകർഷതാബോധം ഉണ്ടായിരിക്കില്ലേ എന്ന് കാവ്യ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. അതെ, എനിക്ക് അവളെ ഇഷ്ടമല്ല. എല്ലാവരും അവളെ പ്രശംസിക്കുന്നതും പൊക്കിക്കൊണ്ട് നടക്കുന്നതൊന്നും എനിക്കിഷ്ടമല്ല. പക്ഷേ കൊലപാതകം ചെയ്യാൻ മാത്രം ക്രൂരയല്ല ഞാൻ എന്ന് രാധ പറഞ്ഞു. അവിടെ ഉണ്ടായിരുന്നവർ എല്ലാവരും വായടച്ചു നിന്നു. അരുണിനെയും രാധയെയും നോക്കുമ്പോൾ അരവിന്ദന്റെ കണ്ണുകളിൽ കോപം ജ്വലിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും നിയമത്തെ മാനിച്ച് അവൻ ശാന്തനായി നിന്നു. ഞങ്ങളാരെയും കുറ്റവാളിയെന്ന് പറയുന്നില്ല. സംശയം വന്നാൽ അത് തീർക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ എല്ലാവരുടെയും മറുപടി ഞങ്ങൾക്ക് വളരെ പ്രധാനമാണ്. നിത്യ ഈ അപ്പാർട്ട്മെന്റിൽ നിങ്ങളുടെ കൂടെയുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയാണ്. അവൾക്ക് നടന്ന അനീതിക്കെതിരെ നിങ്ങൾ ശബ്ദമുയർത്തിയില്ലെങ്കിൽ വേറെ ആര് ചെയ്യും? അതുകൊണ്ട് ദേഷ്യപ്പെടാതെ ക്ഷമയോടെ മറുപടി പറയണം എന്ന് രാധയെ നോക്കി കാവ്യ ശാന്തമായി പറഞ്ഞു. അതിനുശേഷമാണ് രാധയുടെ മുഖത്തെ ദേഷ്യം കുറഞ്ഞത്. പിന്നീട് അവിടെയുള്ള എല്ലാവരോടും അന്വേഷിച്ചിട്ട് കാവ്യയും അഞ്ജലിയും പുറത്തേക്ക് വന്നു. അവർ വരുന്നതുവരെ രേഖ അവിടെ എത്തിയില്ല എന്നത് രണ്ടുപേരും ശ്രദ്ധിച്ചു. എങ്കിലും രേഖയെക്കുറിച്ച് ആരോടും ചോദിക്കാതെ അവർ മൗനമായി പുറത്തു വന്നു അവരുടെ കാറിൽ കയറി. അരുൺ നിത്യയെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നു. അവൾ നിരസിച്ചു, അഞ്ജലി പറഞ്ഞു. അതെ, അതുകൊണ്ട് അവൻ തകർന്നുപോയി. പക്ഷേ അതിനായി അവൻ അവളെ കൊലപ്പെടുത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരിയാണ് കാവ്യ. അതുപോലെ തന്നെയാണ് രാധയും. നിത്യയ്ക്ക് ലഭിക്കുന്ന പേരും പ്രശസ്തിയും കണ്ട് രാധയ്ക്ക് അസൂയ തോന്നിയിട്ടുണ്ട്. അവൾ വഴക്കിട്ടിട്ടുണ്ട്. പക്ഷെ അതിനായി അവൾ കൊലപ്പെടുത്തിയിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നു. ഫോറൻസിക് റിപ്പോർട്ട് വരട്ടെ, അത് വെച്ച് വേണം നമുക്ക് സത്യം കണ്ടെത്താൻ. നാളെ റിപ്പോർട്ട് കിട്ടുമോ? കിട്ടുമെന്നാണ് കോൺസ്റ്റബിൾ മുരുകൻ പറഞ്ഞത്. നോക്കാം. ശരി കാവ്യ, ഇന്നത്തെ അന്വേഷണത്തിൽ നിന്ന് അരുൺ വൺ സൈഡ് ലവറാണെന്നും രാധ അസൂയുള്ള വീട്ടുടമസ്ഥയുടെ മകളാണെന്നും മനസ്സിലാക്കി. രണ്ടുപേർക്കും നിത്യയെ കൊല്ലാൻ കാരണങ്ങളുണ്ട്. അതെ അഞ്ജലി, പക്ഷേ രണ്ടുപേരും പെരുമാറിയത് വളരെ സ്വാഭാവികമായാണ്. അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇതിൽ നിന്നും അവർ കൊലപാതകം ചെയ്തിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ഇന്നത്തെ അന്വേഷണത്തിൽ നിന്ന് നമ്മൾ പകുതി സത്യം മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ. ശരിയാണ് അഞ്ജലി. പക്ഷേ ബാക്കി സത്യം അറിയണമെങ്കിൽ നമ്മൾ പ്രധാനപ്പെട്ട ഒരാളെ കാണണം. അതാരാണെന്ന് പറയാമോ? രേഖ. സൂപ്പർ അഞ്ജലി, വരുംതോറും നീ വലിയ ബുദ്ധിശാലിയായി മാറുന്നുണ്ടല്ലോ. എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം. ഇങ്ങനെ രണ്ടുപേരും മാറി മാറി സംസാരിച്ചുകൊണ്ട് കാറിൽ അവരുടെ ഓഫീസിലേക്ക് പോയി. അന്ന് വൈകുന്നേരം അരവിന്ദന്റെ ഫോണിലേക്ക് കാവ്യ കോളിംഗ് എന്ന് വന്നു. ഹലോ മാഡം, പറയൂ. മിസ്റ്റർ അരവിന്ദ്, ഞാൻ കാവ്യാണ്. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് അതെ അല്ലെങ്കിൽ അല്ല എന്ന് മാത്രം മറുപടി പറയുക. ശരി മാഡം. രേഖ വന്നിട്ടുണ്ടോ? അതെ മാഡം. ശരി, ഇപ്പോൾ ഞാനും അഞ്ജലി അങ്ങോട്ട് വരുന്നുണ്ട്. ഫോണിൽ ആരാണ് സംസാരിച്ചതെന്ന് രേഖ ചോദിച്ചാ നിങ്ങളുടെ ഓഫീസിൽ നിന്ന് സീനിയർ മാഡം അല്ലെങ്കിൽ HR ആണെന്ന് പറയണം എന്ന് കാവ്യ പറഞ്ഞത് കേട്ട് അരവിന്ദന് ആശയക്കുഴപ്പം കൂടി. എന്തിനു രേഖയോട് സത്യം പറയാൻ പാടില്ല? അവർ അവളെ സംശയിക്കുന്നുണ്ടോ? അവളാണോ എൻ്റെ അനിയത്തിയെ കൊന്നത്? ആയിരിക്കില്ല. തീർച്ചയായും ആകാൻ വഴിയില്ല. ഉറ്റ തോഴിക്ക് ജീവനെടുക്കാൻ കഴിയുമോ? സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല. പിന്നെ എന്തിനാണ് കാവ്യ മാഡം ഇങ്ങനെ പറഞ്ഞത് എന്ന് ചിന്തിച്ചുകൊണ്ട് അവൻ നിന്നുപോയി. ഹലോ അരവിന്ദ്, ലൈനിലുണ്ടോ എന്ന് കാവ്യയുടെ ശബ്ദമാണ് അവനെ വീണ്ടും യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവന്നത്. ആ യെസ് മാഡം, ലൈനിലുണ്ട്, പറയൂ. ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചല്ലോ അല്ലേ? യെസ് മാഡം. ശരി, ഞങ്ങൾ അരമണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ വീട്ടിലുണ്ടാവും എന്ന് പറഞ്ഞു ഫോൺ വെച്ചു. അടുത്ത അരമണിക്കൂറിനുള്ളിൽ കാവ്യയുടെയും അഞ്ജലിയുടെയും കാർ സ്റ്റാർലൈറ്റ് അപ്പാർട്ട്മെന്റിലേക്ക് പ്രവേശിച്ചു. ആ അപ്പാർട്ട്മെന്റിലെ ആളുകൾ പതിവ് ജോലികൾ നോക്കി കുറച്ചു കുറച്ചായി സാധാരണ നിലയിലേക്ക് മടങ്ങുകയായിരുന്നു. എങ്കിലും അവർക്ക് നിത്യയെ മറക്കാൻ കഴിഞ്ഞില്ല. കുറച്ചു നിമിഷമെങ്കിലും നിത്യയെക്കുറിച്ച് സംസാരിക്കാതെ അവർക്ക് ആ ദിവസം കഴിച്ചുകൂട്ടാൻ കഴിഞ്ഞില്ല. അറിയാതെ തന്നെ അവർ നിത്യയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടേയിരുന്നു. നിത്യയുടെ ഫ്ളാറ്റിലേക്ക് കാവ്യയും അഞ്ജലിയും ചെന്നു. ഉള്ളിൽ സോഫയിൽ ഇളം നീല നിറത്തിലുള്ള കുർത്ത ധരിച്ച് മുടി അഴിച്ചിട്ട് സുന്ദരിയായി ശാന്തമായി അതേസമയം ദുഃഖത്തോടെ രേഖയിരിക്കുന്നുണ്ടായിരുന്നു. കാവ്യയും അഞ്ജലിയും കണ്ടപ്പോൾ ഒന്നും മനസ്സിലാകാതെ അവൾ അമ്പരന്നു പോയി. വരൂ മാഡം, ഇരിക്കൂ എന്ന് കാവ്യയും അഞ്ജലിയും നോക്കി അരവിന്ദ് പറഞ്ഞു. ഇവർ കാവ്യ, അഞ്ജലി വക്കീലന്മാരാണ് എന്ന് അരവിന്ദ് രേഖയ്ക്ക് പരിചയപ്പെടുത്തിയപ്പോൾ രേഖയിൽ നിന്ന് അത്ഭുതകരമായ പ്രതികരണമാണ് ഉണ്ടായത്. ഹലോ മാഡം, ഞാൻ നിങ്ങളെ രണ്ടുപേരെയും കുറിച്ച് കേട്ടിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ ഒരു വലിയ ഫാനാണ്. ഞാൻ നിങ്ങളെ കാണാൻ വരാനിരിക്കുകയായിരുന്നു. ശരിക്കും? അതെ അഞ്ജലി മാഡം,
എൻ്റെ ഫ്രണ്ട് നിത്യ മരിച്ചുപോയി. അടുത്ത ആഴ്ച അവൾക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അവൾ മരിച്ചതുകൊണ്ട് പ്രോഗ്രാം നിർത്തണം. അവർ നൽകിയ അഡ്വാൻസ് തുക തിരികെ നൽകണം. ഇതിനൊക്കെ എന്തെല്ലാം ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ടെന്ന് നിങ്ങളോട് ചോദിക്കാനിരിക്കുകയായിരുന്നു. വളരെ നന്ദി. നിങ്ങൾ പറഞ്ഞത് നമുക്ക് പിന്നീട് സംസാരിക്കാം. തീർച്ചയായും നിങ്ങളെ സഹായിക്കാം. പക്ഷേ അതിനു മുമ്പ് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് മറുപടി നൽകാൻ കഴിയുമോ? ഓ, തീർച്ചയായും. ചോദിക്കൂ കാവ്യ മാഡം. നിത്യ മരിച്ച ദിവസം രാവിലെ എന്ത് സംഭവിച്ചു എന്ന് പറയാമോ? രേഖ വലിയൊരു നെടുവീർപ്പിട്ടു. പിന്നീട് പറയാൻ തുടങ്ങി. നേരത്തെ പോലീസുകാരോട് എല്ലാം പറഞ്ഞതാണ്. ഇപ്പോൾ വീണ്ടും ഇവരോട് അതെല്ലാം പറയണമല്ലോ എന്ന മടുപ്പ് അവളുടെ നെടുവീർപ്പിലുണ്ടായിരുന്നു. ഞാൻ കൃത്യം 5:15 എഴുന്നേറ്റു. ഫ്രഷായി ജോഗിങ്ങിന് പോകാൻ ഇറങ്ങി. ഏകദേശം 5:30 നിത്യയെ ഞാനാണ് വിളിച്ചുണർത്തിയത്. ഞാൻ ജോഗിങ്ങിന് പോവാണ്, എഴുന്നേറ്റ് വാതിൽ കുറ്റിയിട്ടുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി. 7:30 ഞാൻ ജോഗിങ് കഴിഞ്ഞ് തിരിച്ചു വന്നു. ലിഫ്റ്റിൽ വെച്ച് പോലീസിനെ കണ്ടു. വീടിന് മുന്നിൽ ആൾക്കൂട്ടത്തെ കണ്ടപ്പോൾ എനിക്ക് പേടിയായി. ഉള്ളിൽ വന്ന് നോക്കിയപ്പോൾ എന്ന് മുഴുവിപ്പിക്കാതെ അവൾ കൈകൾ കൊണ്ട് മുഖം പൊത്തിക്കരഞ്ഞു. അഞ്ജലി മുന്നോട്ട് വന്നു. അപ്പോൾ 2 മണിക്കൂർ ജോഗിങ്ങിന് പോയോ? എപ്പോഴും 2 മണിക്കൂർ ജോഗിങ്ങിന് പോകാറുണ്ടോ? ഇല്ല മാഡം, എപ്പോഴും 1 മണിക്കൂറാണ് പതിവ്. അന്നെൻ്റെ മറ്റൊരു സുഹൃത്തിനെ വഴിയിൽ വെച്ച് കണ്ടു. സംസാരിച്ചങ്ങ് നിന്നുപോയി. സമയം പോയതറിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൾ കണ്ണീർ തുടച്ചു. ശരി, നിങ്ങൾ ഇറങ്ങുമ്പോൾ വീട്ടിൽ ഗ്യാസിന്റെ മണം എന്തെങ്കിലും നിങ്ങൾക്ക് അനുഭവപ്പെട്ടു എന്ന് ചോദിച്ച് കാവ്യ അവളെ ഉറ്റുനോക്കി. രേഖ കുറച്ചുനേരം ആലോചിച്ചു. ഇല്ല മാഡം, എനിക്ക് അങ്ങനെ ഒരു മണവും തോന്നിയില്ല. രാവിലെ നിങ്ങൾ കാപ്പി കുടിക്കാൻ അടുക്കളയിൽ പോയില്ലേ? ഞാൻ രാവിലെ അടുക്കള ഭാഗത്തേക്ക് പോയതേയില്ല. നിത്യാണ് ദിവസവും രാവിലെ വെറും വയറ്റിൽ ചൂടുവെള്ളത്തിൽ തേൻ ചേർത്ത് കുടിക്കാറുള്ളത്. ഞാൻ ജോഗിങ് കഴിഞ്ഞ് വന്ന് 6:30-ക്കാണ് കാപ്പി കുടിക്കാറ്. അപ്പോ നിത്യ ദിവസവും രാവിലെ വെറും വയറ്റിൽ ചൂടുവെള്ളത്തിൽ തേൻ ചേർത്ത് കുടിക്കുമെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം അല്ലേ? എന്ന് പെട്ടെന്ന് അഞ്ജലി ചോദിച്ചതും രേഖ ഞെട്ടിപ്പോയി. വാട്ട് യു മീൻ? കോളേജ് മുതൽ ഞങ്ങൾ റൂംമേറ്റ്സ് ആണ്. അവളുടെ ചെറിയ ചലനങ്ങൾ പോലും എനിക്കറിയാം. എന്നെക്കുറിച്ച് A to Z അവൾക്കും അറിയാം എന്ന് രേഖ ദേഷ്യത്തോടെ പറഞ്ഞു. കാവ്യയും അഞ്ജലിയും പരസ്പരം നോക്കി. അപ്പോൾ കാവ്യയ്ക്ക് ഫോൺ വന്നു. ഇൻസ്പെക്ടർ കാർത്തിക് കോളിംഗ് എന്ന് കണ്ടു. പറയൂ സർ. മാഡം, നാളെ രാവിലെ ഫോറൻസിക് റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വരും. നാളെ രാവിലെ നിങ്ങൾക്ക് സ്റ്റേഷനിലേക്ക് വരാൻ കഴിയുമോ? തീർച്ചയായും സർ. താങ്ക് യു എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. രേഖയെ നോക്കി പറഞ്ഞു. ശരി മിസ് രേഖ. ഇത്രയും നേരം ഞങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് ക്ഷമയുടെ മറുപടി നൽകിയതിന് നന്ദി. ഞങ്ങൾ ഇറങ്ങുന്നു എന്ന് പറഞ്ഞ് അരവിന്ദനെ നോക്കി കണ്ണിറുക്കി കാണിച്ച് കാവ്യയും അഞ്ജലിയും അവിടെ നിന്നിറങ്ങി. അവർ പോയതും രേഖ പതുക്കെ എഴുന്നേറ്റ് അവളുടെ മുറിയിലേക്ക് പോയി. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. കൈകൾ കൂട്ടിപ്പിടിച്ചു. തീവ്രമായി ചിന്തിച്ചു. ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് അരവിന്ദ് ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും അറിയാത്തവനെ പോലെ അവൻ പെരുമാറി. സൺറൈസ് അപ്പാർട്ട്മെന്റിലെ കാർ പാർക്കിങ്ങിലേക്ക് കാവ്യയും അഞ്ജലിയും വന്നു. അവിടെ സെക്യൂരിറ്റി ഒരാളോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇവരെ കണ്ടതും സെക്യൂരിറ്റി ചിരിച്ചു. കാവ്യയും അഞ്ജലിയും അവരുടെ അടുത്തേക്ക് ചെന്നു. മാഡം, നിത്യ എന്ന കുട്ടിയെ കൊന്നത് ആരാണെന്നറിഞ്ഞു? അറിയാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അതെ, ഇതാരാണ്? ഇദ്ദേഹത്തിന്റെ പേര് മാനുവൽ. നമ്മുടെ അപ്പാർട്ട്മെന്റിലെ മിക്ക വീടുകളിലും ഇദ്ദേഹമാണ് പാലിടുന്നത് എന്ന് സെക്യൂരിറ്റി പറഞ്ഞതും നിത്യയുടെ വീട്ടിൽ നിങ്ങളാണോ പാലിടുന്നേ എന്ന് കാവ്യയും അഞ്ജലിയും ഒരുമിച്ച് ചോദിച്ചു. അതെ മാഡം. നിങ്ങളിവിടെ പുതുതായി താമസിക്കാൻ വന്നതാണോ? ഏതാ ഫ്ലാറ്റ്? എത്ര പാൽ പാക്കറ്റ് വേണം എന്ന് മാനുവൽ ചോദിച്ചപ്പോൾ കാവ്യയും അഞ്ജലിയും ചിരിക്കാൻ തുടങ്ങി. സെക്യൂരിറ്റി പറഞ്ഞു. അയ്യോ മാനുവൽ, ഇവർ വക്കീലന്മാരാണ്. നിത്യയുടെ കേസ് വാദിക്കുന്നവർ. ഓ, ക്ഷമിക്കണം മാഡം, മാനുവൽ ചമ്മലോടെ പറഞ്ഞു. സാരില്ല ചേട്ടാ. നിത്യ മരിച്ച ദിവസം രാവിലെ നിങ്ങൾ അവരുടെ വീട്ടിൽ പാലിട്ടിരുന്നു? ഇട്ടിരുന്നു മാഡം. അപ്പോൾ നിങ്ങൾക്ക് ഗ്യാസിന്റെ മണം എന്തെങ്കിലും വന്നിരുന്നോ എന്ന് കാവ്യ ചോദിച്ചു. മാനുവൽ കുറച്ചുനേരം ആലോചിച്ചു. ഇല്ല മാഡം. അന്ന് രേഖാ മാഡം തന്നെ എൻ്റെ കയ്യിൽ നിന്ന് പാൽ വാങ്ങിക്കൊണ്ടുപോയി എന്ന് മാനുവൽ പറഞ്ഞതും കാവ്യയ്ക്കും അഞ്ജലിക്കും അത്ഭുതമായി. രണ്ടുപേരും ഞെട്ടലോടെ പരസ്പരം നോക്കി. അന്ന് എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമായൊന്ന് പറയാമോ? അഞ്ജലി ചോദിച്ചു. അന്ന് നടന്നത് മാനുവൽ പറയാൻ തുടങ്ങി. ദിവസവും രാവിലെ 6 മണിക്ക് ആ അപ്പാർട്ട്മെന്റിൽ പാലിടാൻ മാനുവൽ വരും. എല്ലാവരുടെയും വീടിന്റെ വാതിക്കെ തൂക്കിയിട്ടിരിക്കുന്ന സഞ്ചിയിൽ പാൽ പാക്കറ്റ് ഇട്ടിട്ട് പോകും. അന്നേ ദിവസവും അങ്ങനെ തന്നെ മാനുവൽ പാലിടാൻ വന്നു. ഗ്രൗണ്ട് ഫ്ലോറിൽ വണ്ടി നിർത്തിയിട്ട് സഞ്ചിയിൽ പാൽ പാക്കറ്റ് എടുത്തു വെക്കുകയായിരുന്നു മാനുവൽ. അപ്പോൾ രേഖ അവിടെ വന്നു. മാനുവലിനെ കണ്ടതും, ചേട്ടാ, ഞങ്ങളുടെ വീട്ടിലേക്കാണോ പാലിടാൻ പോകുന്നേ എന്ന് ചോദിച്ചു. അതെ മാഡം. എങ്കിലും എനിക്ക് തന്നേക്കൂ. നിങ്ങൾ ഞങ്ങളുടെ വീടിന് വേണ്ടി എന്തിനാ സെക്കൻഡ് ഫ്ലോറിലേക്ക് വരുന്നേ? സാരമില്ല മാഡം, ഇരിക്കട്ടെ, ലിഫ്റ്റ് ഉണ്ടല്ലോ. സാരില്ല ചേട്ടാ, എനിക്ക് തന്നേക്ക്. നിങ്ങൾ നേരെ 3rd ഫ്ലോറിലേക്ക് പോയിക്കോ
എന്ന് പറഞ്ഞ് മാനുവലിന്റെ കയ്യിൽ നിന്നും പാൽ പാക്കറ്റ് വാങ്ങി രേഖ അവിടെ നിന്നും പോയി. അതിനുശേഷം മാനുവൽ നേരെ 3-ാം നിലയിലേക്ക് പോയി പാൽ പാക്കറ്റ് ഇട്ടിട്ട് ലിഫ്റ്റ് വഴി ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് വന്നു. ആ അപ്പാർട്ട്മെന്റിൽ മെയിന്റനൻസ് ജോലി ചെയ്യുന്ന കന്ദൻ പറഞ്ഞതാണ് നിത്യയുടെ വീട്ടിൽ ഗ്യാസ് ലീക്കായി നിത്യ മരിച്ച വിവരം മാനുവൽ അറിഞ്ഞത്. ഇതെല്ലാം മാനുവൽ പറഞ്ഞു തീർത്തു. അഞ്ജലി ചോദിച്ചു, നിങ്ങൾ രേഖയെ കാണുമ്പോൾ സമയം എത്രയായിട്ടുണ്ടാവും? ഒരു 6-6:15 ആയിട്ടുണ്ടാവും. 2-ാം നിലയിൽ നിത്യയുടെ വീട്ടിൽ മാത്രമേ നിങ്ങൾ പാലിടാറുള്ളൂ? അതെ മാഡം. അപ്പം മറ്റുള്ളവർക്ക്? എന്റെ വയറ്റത്തടിക്കാൻ വേണ്ടി സോമു എന്നൊരുത്തൻ ഉണ്ട്. ഞാൻ എവിടെയൊക്കെയോ പാലിടുന്നുവോ അവിടെ അവനും വരും മത്സരത്തിന്. വിവരമില്ലാത്തവൻ. അവന്റെ കയ്യിൽ നിന്നാണ് ബാക്കിയുള്ളവരൊക്കെ പാല് വാങ്ങുന്നേ. മാനുവൽ ദേഷ്യത്തോടെ പറഞ്ഞു. കാവ്യയും അഞ്ജലിയും പരസ്പരം നോക്കി ചിരിച്ചു. വളരെ നന്ദി ചേട്ടാ, ഞങ്ങൾ ഇറങ്ങുന്നു എന്നും പറഞ്ഞ് കാവ്യ കാറിനടുത്തേക്ക് നടന്നു. അവൾക്ക് പിന്നാലെ അഞ്ജലിയും പോയി. രണ്ടുപേരും കാറിൽ കയറി അവരുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ സംഭവം നടന്ന ദിവസം രാവിലെ 6:15 വരെ രേഖ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ജോഗിങ് കഴിഞ്ഞു വരുന്നത് പോലെ 7:30 അവർ ഫ്ലാറ്റിലേക്ക് പോയത്. അബ്സല്യൂട്ട്ലി കറക്റ്റ്. അവളിൽ എന്തോ ഒരു പിശകുണ്ട്. അവൾ നമ്മളോട് സംസാരിച്ചപ്പോൾ ആ കണ്ണുകളിൽ എന്തോ ഒരു അപാകതയുണ്ടായിരുന്നു. ഇപ്പോൾ പാൽക്കാരൻ മാനുവെ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അവളുടെ മേലുള്ള സംശയം കൂടുന്നു. അതെ, ഇൻസ്പെക്ടർ ഫോൺ ചെയ്തിരുന്നല്ലോ. എന്താ പറഞ്ഞേ? നാളെ നിത്യയുടെ ഫോറൻസിക് റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വരുമെന്ന്. രാവിലെ നമ്മളോട് സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് കാവ്യ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അരവിന്ദിന്റെ കോൾ വന്നു. സ്പീക്കർ ഓൺ ചെയ്ത് സംസാരിച്ചു. പറയൂ അരവിന്ദ്. മാഡം, രേഖയാണ് എൻ്റെ അനിയത്തിയെ എന്ന് വാക്കുകൾ കിട്ടാതെ അരവിന്ദ് വിറച്ചു. അരവിന്ദ്, പരിഭ്രമിക്കാതെ. ഇപ്പോൾ നിങ്ങൾ എവിടെയാണ്? ഞങ്ങളുടെ അപ്പാർട്ട്മെന്റിനടുത്തുള്ള ചായക്കടയുടെ മുന്നിൽ നിൽക്കുന്നു മാഡം. രേഖ എവിടെ? അവൾ വീട്ടിലുണ്ട്. ഞങ്ങൾ വന്ന ശേഷം അവളുടെ പ്രവൃത്തികൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്തെങ്കിലും വ്യത്യാസം തോന്നിയോ? യെസ് മാഡം. അവൾ നോർമൽ അല്ല. കുറച്ച് പരിഭ്രമവും ടെൻഷനൊക്കെയുണ്ട്. എന്നോടും പഴയതുപോലെ സംസാരിക്കുന്നില്ല. ഓ, ഞങ്ങളെപ്പറ്റി അവൾ എന്തെങ്കിലും ചോദിച്ചോ? ചോദിച്ചു. ആരാണ് വക്കീലിനെ കാണാൻ പോയതെന്ന് ചോദിച്ചു. ഞാനാണെന്ന് പറഞ്ഞു. എന്തിനാണെന്ന് ചോദിച്ചു. പോസ്റ്റ്മോർട്ടം പേപ്പർ വർക്ക്, കിച്ചൺ സീൽ ചെയ്തത്, ഇതൊക്കെ നിയമപരമായി ശരിയാക്കിയാലേ നാളെ നമുക്കും വീട്ടുടമസ്ഥനും പ്രശ്നമില്ലാതെ ഇരിക്കൂ. അതുകൊണ്ടാണ് നിയമസഹായം തേടിയത്. നിയമപ്രകാരമാണ് അവർ വന്ന് അന്വേഷിച്ചതെന്ന് ഞാൻ പറഞ്ഞു. അരവിന്ദ് ഒട്ടും പതരാതെ സമയോചിതമായി പറഞ്ഞ നുണ കേട്ട് അഞ്ജലിക്ക് വലിയ അത്ഭുതം തോന്നി. ഒരു ചെറു പുഞ്ചിരിയോടെ കാവ്യ പറഞ്ഞു. വെരി ഗുഡ്. കറക്റ്റായി മാനേജ് ചെയ്തു. അത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യൂ. ശരി മാഡം. പക്ഷേ രേഖയാണോ നിത്യയെ? നിങ്ങളുടെ വികാരങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കൃത്യമായ റിസൾട്ട് അറിയാതെ ഞങ്ങൾക്കൊന്നും പറയാൻ കഴിയില്ല. ഞങ്ങളുടെ സംശയ ലിസ്റ്റിൽ രേഖയുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് ഇത്രേ പറയാൻ കഴിയൂ. നാളെ റിപ്പോർട്ട് വന്ന ശേഷം മുഴുവനായി അന്വേഷിച്ചിട്ട് നിങ്ങളോട് പറയാം എന്ന് പറഞ്ഞ് കാവ്യ കോള് കട്ട് ചെയ്തു. കാവ്യയും അഞ്ജലിയും പരസ്പരം നോക്കി ചിരിച്ചുകൊണ്ട് കാറിൽ അവരുടെ വീട്ടിലേക്ക് പോയി. പിറ്റേന്ന് S2 സൺറൈസ് നഗർ പോലീസ് സ്റ്റേഷനിലേക്ക് ഫോറൻസിക് റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വന്നു ചേർന്നു. ഇൻസ്പെക്ടർ കാർത്തിക്കിന് മുന്നിൽ അഞ്ജലിയും കാവ്യയും ഇരുന്നു. കൂടെ കോൺസ്റ്റബിൾ മുരുകനും ഉണ്ടായിരുന്നു. മാഡം, ശ്വാസമുട്ടൽ കൂടിയതുകൊണ്ടും പെട്ടെന്നുണ്ടായ ഞെട്ടൽ കാരണമുണ്ടായ ഹൃദയാഘാതവുമാണ് നിത്യയുടെ മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതേസമയം തീപിടിച്ചതുകൊണ്ട് നിത്യയുടെ ശരീരത്തിൽ ചില പൊള്ളലുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ കോപ്പി കാവ്യയ്ക്ക് കൊടുത്തു ഇൻസ്പെക്ടർ കാർത്തിക്. അത് വാങ്ങി കാവ്യയും അഞ്ജലിയും വായിച്ചു നോക്കി. ഇൻസ്പെക്ടർ കാർത്തിക് തുടർന്ന് പറഞ്ഞു. മാഡം, ഇത് നിത്യയുടെ വീട്ടിൽ നിന്ന് ഞങ്ങളെടുത്ത നിത്യയുടെ ഡയറിയാണ്. ഇത് രണ്ടുപേരുടെ വിരലടയാളങ്ങളുണ്ട്. ഒന്ന് നിത്യയുടേത്, മറ്റൊന്ന് അരുണിൻ്റേത് എന്ന് ഇൻസ്പെക്ടർ കാർത്തിക് പറഞ്ഞു. കുറ്റവാളിയെ കണ്ടുപിടിച്ച അഭിമാനത്തോടെ. അതെ മാഡം, കുറ്റവാളി ആ അരുൺ തന്നെയാണ്. തന്നെ സ്നേഹിക്കാത്തവൾ വേറെ ആരെയും സ്നേഹിക്കാൻ പാടില്ലെന്ന് കരുതി അവൻ ചെയ്തതാകും ഇത്. മോട്ടീവും കൃത്യമാണ് എന്ന് കോൺസ്റ്റബിൾ മുരുകൻ പറഞ്ഞു. കേസ് അവസാനിച്ചല്ലോ എന്ന ആശ്വാസത്തിലായിരുന്നു അദ്ദേഹം. ആ ഡയറി വാങ്ങി നോക്കി കാവ്യ. ഓരോ പേജും ശ്രദ്ധയോടെ മറച്ചു നോക്കി. അതിൽ മ്യൂസിക് നോട്ട്സ്, പാട്ടിന്റെ വരികളൊക്കെയായി നിത്യ നിറയെ എഴുതിയിരുന്നു. ചിലയിടങ്ങളിൽ അവളുടെ പ്രോഗ്രാം ഡേറ്റ്സും എഴുതിയിരുന്നു. എല്ലാം കാവ്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. കുറച്ചുനേരം ആ പോലീസ് സ്റ്റേഷനിൽ നിശബ്ദത പടർന്നു. ദീർഘമായ ചിന്തയ്ക്ക് ശേഷം കാവ്യ പറഞ്ഞു. സർ, ഒരു ചെറിയ ഒബ്സർവേഷൻ. ഈ ഡയറിയിൽ 2 വിരലടയാളുണ്ട്. ഒന്ന് നിത്യയുടേത്, മറ്റൊന്ന് അരുണിൻ്റേത്. അതുവരെ ശരി. പക്ഷേ മ്യൂസിക് നോട്ട്സ്, പാട്ടിന്റെ വരികൾ എന്നിവ എഴുതിയിരിക്കുന്ന പേജിൽ മാത്രമാണ് അരുണിന്റെ വിരലടയാളുള്ളത്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ അവന്റെ ഫിംഗർ പ്രിന്റ്സ് ഇല്ല. നിത്യയുടെ ഫിംഗർ പ്രിന്റ്സ് മാത്രമേ ഉള്ളൂ എന്ന് കാവ്യ പറഞ്ഞതും അഞ്ജലി ഡയറി വാങ്ങി നോക്കി. അതെ സർ, മിക്കവാറും നോട്ട്സോ അല്ലെങ്കിൽ വരികളോ പകർത്താൻ വേണ്ടി നിത്യയോട് ചോദിച്ചിട്ട് അവൻ ഈ ഡയറി വാങ്ങിയിട്ടുണ്ടാകാം. കാരണം അവനും ഒരു സംഗീതജ്ഞനാണല്ലോ.
എന്ന് അഞ്ജലി പറഞ്ഞത് കേട്ട് ഇൻസ്പെക്ടർ കാർത്തിക്കിന് ആകെ കൺഫ്യൂഷനായി. ഹോ, എന്നെ കൊണ്ട് വയ്യ. ഇപ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നേ? സിമ്പിൾ. അരുൺ നിത്യയുടെ കയ്യിൽ നിന്നും ഡയറി വാങ്ങി വരികളോ മ്യൂസിക് നോട്ട്സോ പകർത്തിയിരിക്കാം. കാരണം അവളുടെ അനുവാദമില്ലാതെ വീട്ടിനുള്ളിലിരിക്കുന്ന ഡയറി അരുണിന് എടുക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു വേള അവൻ എടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും നിത്യയുടെ വീട്ടിൽ ഈ ഡയറി കാണില്ലായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം സൗഹൃദത്തിന്റെ പേരിലോ അല്ലെങ്കിൽ പ്രൊഫഷൻ ആവശ്യത്തിനോ നിത്യ തന്നെയായിരിക്കണം ഈ ഡയറി അരുണിന് കൊടുത്തത്. അതുകൊണ്ട് ഇത് മോട്ടീവ് തെളിയിക്കുന്ന ഡയറക്റ്റ് എവിഡൻസ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡയറി അടച്ച് ഇൻസ്പെക്ടർ കാർത്തികിന്റെ കയ്യിൽ കൊടുത്തു കാവ്യ. തെളിവുകൾ ശക്തമായെങ്കിലേ കോടതി അംഗീകരിക്കൂ. ഈ ഡയറിയിലുള്ള വിരലടയാളം വെച്ച് അരുണാണ് കുറ്റവാളിയെന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയില്ല. മാഡം, നിങ്ങൾ പറയുന്നത് ശരിയാണ്. പക്ഷേ ആ അരുൺ നിത്യയെ പുറകെ നടന്ന് സ്നേഹിച്ചതാണ്. ആ കുട്ടി അവനെ സ്നേഹിച്ചിട്ടില്ല. ആ ദേഷ്യത്തിൽ എന്തെങ്കിലും എന്ന് കോൺസ്റ്റബിൾ മുരുകൻ പറഞ്ഞതും കാവ്യയും അഞ്ജലിയും ചിരിച്ചു. സർ, നിങ്ങളുടെ സംശയം ന്യായാണ്. ഞങ്ങൾ അരുണിന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയല്ല. ഒരുപക്ഷെ അരുൺ കുറ്റവാളിയായിരിക്കാം. അങ്ങനെ അവൻ കുറ്റവാളിയാണെങ്കിൽ അത് തെളിയിക്കാൻ ഈ എവിഡൻസ് പോരാ. ഇത് ശക്തമായ തെളിവല്ല എന്നേ പറയാനുള്ളൂ എന്ന് ചിരിച്ചുകൊണ്ട് അഞ്ജലി പറഞ്ഞു. ഇൻസ്പെക്ടർ കാർത്തിക് മൗനമായി ഡയറി ഫയലിൽ വെച്ചു. ശേഷം അടുത്ത തെളിവായ ഗ്യാസ് സ്റ്റവ് എവിഡൻസ് അവരുടെ മുന്നിൽ വെച്ചു. അതിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ കാവ്യയും അഞ്ജലിയും ശ്രദ്ധയോടെ നോക്കി. കൃത്യം 5:20 നിന്നും 5:25 അടുക്കളയിലെ ക്രമീകരണങ്ങളിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഗ്യാസ് ലീക്ക് ഭീഷണി ഉണ്ടായിട്ടുണ്ട് എന്ന് അതിൽ രേഖപ്പെടുത്തിയിരുന്നു. 5:30 എഴുന്നേറ്റ് നിത്യയെ വിളിച്ചുണർത്തിയിട്ട് ഞാൻ ജോഗിങ്ങിന് പോയി എന്നാണ് രേഖ പറഞ്ഞത്. അപ്പോൾ ഗ്യാസിന്റെ മണം വന്നില്ല എന്നും രേഖ പറഞ്ഞു. പക്ഷെ റിപ്പോർട്ടിൽ 5:20 മുതൽ 5:25 ഗ്യാസിന്റെ മണം വരാൻ തുടങ്ങിയിട്ടുണ്ടെന്നാണല്ലോ എന്ന് കാവ്യ ആലോചിച്ചുകൊണ്ട് പറഞ്ഞു. അതായത് അടുക്കളയിലെ ക്രമീകരണങ്ങളിൽ മാറ്റം നടക്കുമ്പോൾ രേഖ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഗ്യാസ് മണം വന്നില്ല എന്ന് അവള് നുണ പറഞ്ഞതാണ് എന്നർത്ഥം, അഞ്ജലി പറഞ്ഞു. രേഖ നിത്യയുടെ ഫ്രണ്ടല്ലേ എന്ന് സംശയത്തോടെ ഇൻസ്പെക്ടർ കാർത്തിക് ചോദിച്ചു. അവളാണ് എന്ന് തുടങ്ങി പാൽക്കാരൻ മാനുവൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇൻസ്പെക്ടർ കാർത്തികിനോട് കാവ്യയും അഞ്ജലിയും പറഞ്ഞു. അവർ പറഞ്ഞത് കേട്ട് ഇൻസ്പെക്ടർ കാർത്തികിനും കോൺസ്റ്റബിൾ മുരുകനും വലിയ ആശ്ചര്യമായി. പിന്നീട് ഫോട്ടോഗ്രാഫർ എടുത്ത ഫോട്ടോകളുള്ള പെൻഡ്രൈവ് ലാപ്ടോപ്പിൽ കുത്തി കാർത്തിക്. ആ ഫോട്ടോകൾ നന്നായി സൂം ചെയ്ത് നോക്കി കാവ്യയും അഞ്ജലിയും. അതിൽ ഒരു ഫോട്ടോയിൽ സ്റ്റൗവിന്റെ നോബ് മാത്രം ക്ലോസപ്പിലുണ്ടായിരുന്നു. ആ ഫോട്ടോ കാണിച്ച് ഇവിടെ നോക്കൂ കാവ്യ എന്ന് അഞ്ജലി പറഞ്ഞു. കാവ്യ അത് ഉറ്റുനോക്കി. അതിൽ വെളുത്ത നിറത്തിൽ പൗഡർ പോലെ ഒന്നുണ്ടായിരുന്നു. അത് കാണിച്ച് ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതിനെ പറ്റിയുള്ള റിപ്പോർട്ടുണ്ടോ എന്ന് ചോദിച്ചു കാവ്യ. ഉടനെ ഫോറൻസിക് റിപ്പോർട്ട് എടുത്ത് ഇൻസ്പെക്ടർ കാർത്തിക് നോക്കി. ഇത് ടാൽക്കം പൗഡറാണ് മാഡം. മിക്കവാറും നിത്യ മാഡത്തിൻ്റെതാകാം. ഇതിന്റെ മണത്തെക്കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടോ? ഉണ്ട് മാഡം, ചന്ദനത്തിന്റെ മണം. ആ പോലീസ് സ്റ്റേഷനിൽ നിശബ്ദത പരന്നു. കാവ്യയും അഞ്ജലിയും കുറച്ചുനേരം ആലോചിച്ചു. ശേഷം രേഖയുടെ ടാൽക്കം പൗഡർ എന്ന് രണ്ടുപേരും ഒന്നിച്ചു പറഞ്ഞു. ഇൻസ്പെക്ടർ കാർത്തികിനും കോൺസ്റ്റബിൾ മുരുകനും ഒന്നും മനസ്സിലായില്ല. സർ, ഇന്നലെ വൈകുന്നേരം രേഖയെ സന്ദർശിച്ച് സംസാരിച്ചിരുന്നു. അപ്പോൾ അവളിൽ നിന്നും ചന്ദനത്തിന്റെ മണം വന്നു. നിത്യയുടെ മുറി ഞങ്ങൾ നോക്കിയിരുന്നു. അവിടെ ഫ്ലോറൽ ഫ്ലേവർ ടാൽക്കം പൗഡറും ചന്ദനത്തിന്റെ ടാൽക്കം പൗഡറും ഉണ്ടായിരുന്നു. രേഖയിൽ നിന്ന് ചന്ദനത്തിന്റെ മണം വന്നതുകൊണ്ട് ഫ്ലോറൽ ഫ്ലേവർ ടാൽക്കം പൗഡർ നിത്യ ഉപയോഗിക്കുന്നതാകാം എന്ന് ഞങ്ങൾ ഊഹിച്ചു. ഇപ്പോൾ സ്റ്റൗ നോബിൽ ചന്ദനത്തിന്റെ മണമുള്ള പൗഡർ ഉണ്ടെങ്കിൽ അത് തീർച്ചയായും രേഖയുടെ പൗഡറാണ്. അവളാണ് സാൻഡൽ ടാൽക്കം പൗഡർ ഉപയോഗിക്കുന്നത് എന്ന് കാവ്യ പറഞ്ഞപ്പോൾ അഞ്ജലി തുടർന്നു. അതെ സർ, അവളാണ് വിരലടയാളം മായ്ക്കാൻ പൗഡർ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ കുറ്റവാളി രേഖയാണോ എന്ന് അത്ഭുതത്തോടെ ഇൻസ്പെക്ടർ കാർത്തിക് ചോദിച്ചു. യെസ് സർ, കുറ്റവാളി എപ്പോഴും എന്തെങ്കിലും ഒരു തെളിവ് ബാക്കി വെച്ചിട്ട് പോകും എന്നത് ശരിയാണ്. ആ തെളിവാണ് ഈ സാൻഡൽ ടാൽക്കം പൗഡർ. വെപ്രാളത്തിൽ ശ്രദ്ധിക്കാതെ പോയതാകും എന്ന് പരിഹാസത്തോടെ അഞ്ജലി പറഞ്ഞു. അപ്പോൾ അരുൺ? ഹൗസ് ഓണർ രാധ എന്ന് കോൺസ്റ്റബിൾ മുരുകൻ ചോദിച്ചു. അരുൺ ഒരു വൺ സൈഡർ ലവർ, അത്രമാത്രം. അവൻ നിരപരാധിയാണ്. അവന് കൊലപാതകം ചെയ്യാനൊക്കെയുള്ള ധൈര്യമൊന്നുമില്ല. രാധ അപകർഷതാബോധമുള്ള ഒരു വീട്ടുടമസ്ഥ, മുൻചുണ്ടിക്കാരി, അത്രേ ഉള്ളൂ. അതല്ലാതെ അവളൊരു തെറ്റും ചെയ്തിട്ടില്ല. ദേഷ്യപ്പെടുന്നവരെല്ലാം ചീത്തയല്ല സർ. അവർക്ക് അവരുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാതെ ദേഷ്യപ്പെടുന്നു, അത്രമാത്രം. അതിനായി അവർ കൊലപാതകം ചെയ്യാൻ മാത്രം മോശക്കാരല്ല എന്ന് കാവ്യ വിശദീകരിച്ചു. ശരി മാഡം, രേഖ കുറ്റവാളിയാണെന്ന് വെക്കാം. പക്ഷേ എന്തിനു ചെയ്തു? ഉറ്റ തോഴിയെ കൊല്ലാൻ മാത്രം എന്ത് സംഭവിച്ചു? ആ സത്യം ഉടനെ കണ്ടുപിടിച്ച് നിങ്ങളെ വന്ന് കാണാം സർ എന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞിട്ട് കാവ്യ അവിടെ നിന്ന് ഇറങ്ങി. അവൾക്ക് പിന്നാലെ അഞ്ജലിയും പോയി. അരവിന്ദ്, കാവ്യ, അഞ്ജലി 3 പേരും കോഫി ഷോപ്പിലിരുന്ന് കോഫി കുടിച്ചുകൊണ്ട് സംസാരിച്ചു. ഫോറൻസിക് റിപ്പോർട്ട്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തുടങ്ങി
പോലീസ് സ്റ്റേഷനിൽ നടന്ന കാര്യങ്ങളെല്ലാം അരവിന്ദനോട് പറഞ്ഞു. അപ്പോൾ പ്രോഗ്രാം ഷെഡ്യൂളുള്ള ഒരു ഫയൽ കാവ്യയ്ക്ക് കൊടുത്തു അരവിന്ദ്. അത് വാങ്ങി കാവ്യയും അഞ്ജലിയും നോക്കി. അതിൽ നിത്യയുടെയും രേഖയുടെയും പ്രോഗ്രാം ഷെഡ്യൂളുകൾ വ്യക്തമായി ഉണ്ടായിരുന്നു. നിർബന്ധമായും ആഴ്ചയിൽ 3 സ്റ്റേജ് ഷോകൾ നിത്യയ്ക്കുണ്ടായിരുന്നു. എന്നാൽ രേഖയ്ക്ക് മാസത്തിൽ തന്നെ 3 പ്രോഗ്രാമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് രണ്ടുപേരുടെയും സോഷ്യൽ മീഡിയ പേജുകൾ നോക്കി. നിത്യയ്ക്ക് കമന്റ്സ്, ലൈക്സ്, ഫോളോവേഴ്സ് ഒക്കെ വളരെ കൂടുതലായിരുന്നു. എന്നാൽ രേഖയുടെ സോഷ്യൽ മീഡിയ പേജിൽ ഒട്ടും ഫോളോവേഴ്സ് ഇല്ലായിരുന്നു. മാഡം, സംഗീത സംവിധായകൻ രാഘവൻ സാറിനെ നിങ്ങൾക്കറിയാമോ എന്ന് മടിയോടെ അരവിന്ദ് ചോദിച്ചു. ഓ യെസ്, നന്നായി അറിയാലോ എന്ന് ആവേശത്തോടെ അഞ്ജലി പറഞ്ഞു. അദ്ദേഹത്തിന്റെ അടുത്ത സിനിമയിൽ നിത്യയ്ക്ക് പാടാൻ അവസരം കിട്ടിയിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ന് പറയാൻ കഴിയാതെ അരവിന്ദ് കരഞ്ഞു. അവന്റെ കൈപിടിച്ച് അഞ്ജലി ആശ്വസിപ്പിച്ചു. എനിക്ക് രാഘവൻ സാറിന്റെ ഓഫീസിൽ ഒരാളെ അറിയാം. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു നോക്കാമെന്ന് പറഞ്ഞ് ഫോണെടുത്ത് നമ്പർ ഡയൽ ചെയ്തു കാവ്യ. രാഘവൻ സാറിന്റെ PA ആണ് സംസാരിച്ചത്. ഹലോ, രാഘവൻ സാർ ഓഫീസ്. ഹൂ ഈസ് സ്പീക്കിംഗ്? സർ, ഐ ആം കാവ്യ, അഡ്വക്കേറ്റ്. ഐ വാണ്ട് സം ഡീറ്റെയിൽസ് അബൌട്ട് യുവർ ലാസ്റ്റ് വീക്ക് ഓഡിഷൻ റിസൾട്ട് ഫോർ എ കേസ്. പറയൂ മാഡം, നിങ്ങൾക്ക് ഏത് ഡീറ്റെയിൽസ് ആണ് വേണ്ടത്? കഴിഞ്ഞ ഓഡിഷനിൽ നിത്യ എന്ന കുട്ടിയെ രാഘവൻ സാർ സെലക്ട് ചെയ്തിരുന്നു. അതെ മാഡം. അന്ന് ഓഡിഷന് വന്നവരുടെ ലിസ്റ്റ്, പിന്നെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ വേണം. ഞങ്ങളിപ്പോൾ അങ്ങോട്ട് വന്ന് വാങ്ങിക്കോട്ടെ? വന്നോളൂ മാഡം, പക്ഷെ ഇപ്പോൾ വേണ്ട. ഉച്ചയ്ക്ക് ലഞ്ച് ടൈമിൽ വരൂ, ഞാനെല്ലാ ഡീറ്റെയിൽസ് എടുത്തു വയ്ക്കാം. താങ്ക് യു സർ എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. ഉച്ചയ്ക്ക് ലഞ്ച് ടൈമിൽ കൃത്യമായി കാവ്യ, അഞ്ജലി, അരവിന്ദ് 3 പേരും രാഘവൻ സാറിന്റെ ഓഫീസിൽ PAയുടെ മുന്നിലിരുന്നു. അന്ന് ഓഡിഷന് വന്നവരുടെ ലിസ്റ്റ് എന്ന് പറഞ്ഞ് ഒരു ഫയൽ കാവ്യയ്ക്ക് കൊടുത്തു PA. അത് വാങ്ങി മറിച്ചു നോക്കി കാവ്യയും അഞ്ജലിയും. അതിൽ നിത്യയുടെ പേരിനടുത്തായി രേഖയുടെ പേരുണ്ടായിരുന്നു. അവളുടെ ഫോട്ടോ കാണിച്ച്, ഈ കുട്ടിയുടെ റിസൾട്ട് എന്തായി എന്ന് അഞ്ജലി ചോദിച്ചു. ഈ കുട്ടി നന്നായി പാടി, പക്ഷേ ഇവളേക്കാൾ നിത്യയുടെ ശബ്ദമാണ് രാഘവൻ സാറിന് ഇഷ്ടപ്പെട്ടത്. ഒരുപക്ഷെ നിത്യ ഓഡിഷന് വന്നില്ലായിരുന്നെങ്കിൽ എന്ന് കാവ്യ ചോദിച്ചതും, തീർച്ചയായും രേഖയ്ക്ക് തന്നെ അവസരം ലഭിച്ചേനെ എന്ന് PA പറഞ്ഞു. 3 പേരും പരസ്പരം നോക്കി. നിത്യ വന്നില്ലായിരുന്നെങ്കിൽ രേഖ സെലക്ട് ആയേനെ എന്ന് PA പറഞ്ഞ വാക്കുകൾ അവർക്ക് ഞെട്ടലും അത്ഭുതവും നൽകി. പിന്നീട് അദ്ദേഹത്തോട് നടന്ന എല്ലാ സത്യങ്ങളും കാവ്യയും അഞ്ജലിയും പറഞ്ഞു. നിത്യയോർത്ത് അരവിന്ദ് കരഞ്ഞു. വിഷമിക്കാതിരിക്കൂ സർ. നിത്യ സെലക്ട് ആയ ഉടനെ രേഖ ദേഷ്യപ്പെട്ട് പുറത്തു പോകുന്നത് ഞങ്ങളുടെ ആളുകൾ കണ്ടിരുന്നു. സെലക്ട് ആയില്ലല്ലോ എന്ന ദേഷ്യത്തിൽ പോയതാണെന്നാണ് കരുതിയത്. ഇപ്പോഴാ മനസ്സിലാവുന്നേ നിത്യ സെലക്ട് ആയല്ലോ എന്ന അസൂയയിൽ ദേഷ്യപ്പെട്ടു പോയതാണെന്ന്. നിങ്ങൾ വിഷമിക്കാതിരിക്കൂ. കോടതിയിൽ വന്ന് പറയണമെങ്കിൽ ഞാൻ പറയാം. രേഖയെ പോലെ അസൂയ പിടിച്ച, മറ്റുള്ളവരുടെ വളർച്ചയെ നശിപ്പിക്കാൻ നോക്കുന്നവർക്ക്, മറ്റുള്ളവരെ തന്നെ ഇല്ലാതാക്കാൻ നോക്കുന്നവർക്ക് അതിനുള്ള ശിക്ഷ കിട്ടുക തന്നെ വേണം എന്ന് അദ്ദേഹം ആവേശത്തോടെ പറഞ്ഞു. അദ്ദേഹത്തിന് നന്ദി പറഞ്ഞിട്ട് 3 പേരും അവിടെ നിന്നും പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു. ഇൻസ്പെക്ടർ കാർത്തിക്കിനോട് വിവരം പറഞ്ഞു. സർ, ആദ്യം ഇത് അപകടമരണമാണെന്നാണ് FIR ഇട്ടത്. പക്ഷേ ഇപ്പോൾ വ്യക്തമായി അറിയാം ഇതൊരു ആസൂത്രിത കൊലപാതകമാണെന്ന്. അതുകൊണ്ട് FIR മാറ്റണം സർ. FIR ഉണ്ടെങ്കിലേ ഇൻവെസ്റ്റിഗേഷൻ നടത്തി കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയൂ. എങ്കിലേ കോടതിയിൽ വാദിച്ച് രേഖയ്ക്ക് ശിക്ഷ വാങ്ങി കൊടുക്കാൻ കഴിയൂ എന്ന് കാവ്യ പറഞ്ഞപ്പോൾ ഇൻസ്പെക്ടർ കാർത്തിക് 3 പേരെയും ശാന്തമായി നോക്കി. ശേഷം പതുക്കെ തലയാട്ടി. രജിസ്റ്റർ കൊണ്ടുവരാൻ പറഞ്ഞ കോൺസ്റ്റബിൾ മുരുകനെ നോക്കി ആംഗ്യം കാണിച്ചു. ശേഷം മരിച്ച നിത്യയുടെ സഹോദരൻ അരവിന്ദന്റെ പരാതി, അഭിഭാഷകരായ കാവ്യ, അഞ്ജലി എന്നിവരുടെ മൊഴികൾ, ഫോറൻസിക് റിപ്പോർട്ട് വഴി ക്രമക്കേട് നടന്നതായി ഉറപ്പുവരുത്തിയത് എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഇൻസ്പെക്ടർ കാർത്തിക് IPC 302, 201, 120B എന്നീ വകുപ്പുകൾ പ്രകാരം FIR രജിസ്റ്റർ ചെയ്തു. പിന്നീട് കോൺസ്റ്റബിൾ മുരുകനെ നോക്കി പറഞ്ഞു, അറസ്റ്റ് ചെയ്യാനുള്ള മെമ്മോ റെഡിയാക്കൂ. ഉടനെ നമുക്ക് രേഖയെ അറസ്റ്റ് ചെയ്യണം എന്ന് ഇൻസ്പെക്ടർ കാർത്തിക് ഉറപ്പിച്ചു പറഞ്ഞു. ശേഷം വനിതാ കോൺസ്റ്റബിളിനെയും കൂട്ടി നിത്യയുടെ ഫ്ളാറ്റിലേക്ക് പോയി. ഇൻസ്പെക്ടർ കാർത്തികിനെയും കോൺസ്റ്റബിൾ മുരുകനെയും പോലീസ് ഉദ്യോഗസ്ഥരെയും കണ്ടപ്പോൾ രേഖ വിയർത്തു. താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് അവൾ വാദിച്ചു. എന്താണെങ്കിലും കോടതിയിൽ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ് അവളെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി പോലീസ് ഉദ്യോഗസ്ഥർ. നാളെ നിത്യയുടെ കേസ് വിചാരണയാണ്. അതുകൊണ്ട് എല്ലാ തെളിവുകളും ഒന്നിച്ചു ചേർക്കുകയായിരുന്നു കാവ്യയും അഞ്ജലിയും. കോടതി മുറി നിറഞ്ഞിരുന്നു. കേസിനാവശ്യമായ എല്ലാ പേപ്പറുകളും വക്കീലന്മാർ എടുത്തുവെക്കുകയായിരുന്നു. പത്രക്കാർ തങ്ങൾക്കിടയിൽ പതുക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. സ്കൈലൈറ്റ് അപ്പാർട്ട്മെന്റ് നിവാസികൾ ബെഞ്ചുകളിൽ നിറഞ്ഞിരുന്നു. രേഖ നിശബ്ദയായിരുന്നു. അവളുടെ മുഖം കരഞ്ഞു കരഞ്ഞ് വീങ്ങി വിളറിയിരുന്നു. അവളുടെ കണ്ണുകളിൽ പരിഭ്രമവും ഭയവും നിഴലിച്ചു. അവൾക്ക് സമീപം അഡ്വക്കേറ്റ് പ്രസാദ് നിൽക്കുന്നുണ്ടായിരുന്നു. മറുഭാഗത്ത് പബ്ലിക് പ്രോസിക്യൂട്ടർ ഫയലുകൾ ക്രമീകരിക്കുന്നു. മുൻനിരയിൽ അരവിന്ദിനു വേണ്ടി കാവ്യയും അഞ്ജലിയും ഇരുന്നു. ജഡ്ജി ഉള്ളിലേക്ക് വന്നു. കോടതിയിൽ നിശബ്ദത പരന്നു. കേസ് നമ്പർ 314, സ്റ്റേറ്റ് വേഴ്സസ് രേഖ.
ചാർജ് അണ്ടർ IPC 302, 201 ആൻഡ് 120B എന്ന് ക്ലർക്ക് വിളിച്ചതും രേഖ പ്രതിക്കൂട്ടി കയറി. പബ്ലിക് പ്രോസിക്യൂട്ടർ പ്ലീസ് പ്രസന്റ് യുവർ കേസ് എന്ന് ജഡ്ജി പറഞ്ഞതും സർക്കാർ അഭിഭാഷകൻ എഴുന്നേറ്റു. യുവർ ഓണർ, പോലീസ് ആദ്യം നിത്യയുടെ മരണം ഒരു അപകടമാണെന്നാണ് കരുതിയത്. എന്നാൽ ഫോറൻസിക് എവിഡൻസും സാക്ഷിമൊഴികളുമെല്ലാം ഇത് അപകടമല്ല, ആസൂത്രിതമായ കൊലപാതകമാണെന്ന് തെളിയിക്കുന്നു. കുറ്റം ആരോപിക്കപ്പെട്ട രേഖ നിത്യയുടെ റൂംമേറ്റാണ്. രാവിലെ 5:20 മുതൽ 5:25 അടുക്കളയിലെ ക്രമീകരണങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിയ ശേഷം നിത്യയെ വിളിച്ചുണർത്തി. താൻ ജോഗിങ്ങിന് പോവുകയാണെന്നും വാതിൽ കുറ്റിയിട്ടോളൂ എന്നും പറഞ്ഞ് അവിടെ നിന്നും രേഖ പോയി. നിത്യ എഴുന്നേറ്റ് കുറ്റിയിട്ട് പതിവ് പോലെ ചൂടുവെള്ളത്തിൽ തേൻ ചേർത്ത് കുടിക്കാൻ അടുപ്പ് കത്തിച്ചു. ഗ്യാസ് ലീക്കായി വലിയ തീ പിടിച്ചു. അതിന്റെ ഞെട്ടലിൽ താഴെ വീണു. ഗ്യാസ് ശ്വസിച്ച് ശ്വാസം മുട്ടി മരിക്കുകയും ചെയ്തു. ഇതൊരു ആസൂത്രിത കൊലപാതകമാണ്. ശരി, പക്ഷേ എന്താ മോട്ടീവ്? നിത്യയുടെ പ്രശസ്തി നാൾക്കുനാൾ വർദ്ധിക്കുന്നത് കണ്ട് രേഖ അസൂയപ്പെട്ടു. മികച്ചൊരു സംഗീത സംവിധായകൻ നിത്യ ഒരു സിനിമാ പാട്ടിനായി തിരഞ്ഞെടുത്തു. ഓഡിഷനിൽ പങ്കെടുത്ത രേഖ ഒഴിവാക്കപ്പെട്ടു. ആ ഓഡിഷന് ശേഷം രേഖ ദേഷ്യപ്പെട്ടു വന്നതിന് സാക്ഷികളുണ്ട്. ലക്ഷ്യം വ്യക്തമാണ്, അസൂയയും തൊഴിൽപരമായ അത്യാഗ്രഹവും എന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞതും അഡ്വക്കേറ്റ് പ്രസാദ് എഴുന്നേറ്റു. ഒബ്ജക്ഷൻ യുവർ ഓണർ. സർക്കാർ ഭാഗം അസൂയയുടെ കഥ ഭംഗിയായി മെനയുന്നു. രേഖ നിത്യയെ കൊന്നതിന് നേരിട്ടുള്ള തെളിവുകളൊന്നുമില്ല. ഇത് പൂർണ്ണമായും സാഹചര്യത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അസൂയ ഒരാളെ കൊലപാതകിയാക്കില്ല. യാദൃശികമായ സംഭവങ്ങളെ വെച്ച് പോലീസ് തെറ്റായി എന്റെ കക്ഷിയെ കുറ്റവാളിയായി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് എന്ന് അദ്ദേഹം വാദിച്ചു. ഒബ്ജക്ഷൻ നോട്ടഡ്. എന്നാൽ സാക്ഷികളെ കോടതിയിൽ വിസ്തരിക്കേണ്ടതുണ്ട്. പബ്ലിക് പ്രോസിക്യൂട്ടർ, നിങ്ങളുടെ പക്കൽ സാക്ഷികൾ ആരെങ്കിലും ഉണ്ടോ എന്ന് ജഡ്ജി ചോദിച്ചു. യെസ് യുവർ ഓണർ. പാൽക്കാരൻ മാനുവലിനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നു. അതിന് ബഹുമാനപ്പെട്ട കോടതി അനുമതി നൽകണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. പെർമിഷൻ ഗ്രാൻഡഡ് എന്ന് ജഡ്ജി പറഞ്ഞതും പാൽക്കാരൻ മാനുവൽ സാക്ഷിക്കൂട്ടിൽ കയറി. പബ്ലിക് പ്രോസിക്യൂട്ടർ അദ്ദേഹത്തെ വിസ്തരിക്കാൻ തുടങ്ങി. നിങ്ങൾ നിത്യയുടെ വീട്ടിൽ ദിവസവും പാലിടാറുണ്ടോ? ഉണ്ട് സർ. ഏകദേശം എത്ര മണിക്കാണ് നിത്യയുടെ വീട്ടിൽ പാലിടാറുള്ളത്? 6 മണി മുതൽ 6:15 മണിക്കുള്ളിൽ ഇട്ട് കഴിയും. സംഭവം നടന്ന ദിവസം നിത്യയുടെ വീട്ടിൽ പാലിട്ടോ? ഇല്ല സർ. അതെന്തുകൊണ്ടാ? അന്ന് ഗ്രൗണ്ട് ഫ്ലോറിൽ വെച്ച് രേഖാ മാഡം തന്നെ എന്റെ കയ്യിൽ നിന്നും പാൽ പാക്കറ്റ് വാങ്ങിച്ചു. എന്തിനു വെറുതെ ഞങ്ങളുടെ ഒരു വീടിനു വേണ്ടി സെക്കൻഡ് ഫ്ലോർ വരണം? ഞാൻ പാൽ പാക്കറ്റ് എടുത്തുകൊണ്ടു പോകാം, നിങ്ങൾ 3rd ഫ്ലോറിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞ് പാലിന്റെ പാക്കറ്റ് എടുത്തുകൊണ്ട് പോയി. നിങ്ങൾ രേഖയെ കാണുമ്പോൾ സമയം എത്രയായിട്ടുണ്ടാവും? 6 മുതൽ ഒരു 6:15 സർ. നോട്ട് ദിസ് പോയിന്റ് യുവർ ഓണർ. പോലീസ് അന്വേഷണ റിപ്പോർട്ടിൽ രേഖ ജോഗിങ് കഴിഞ്ഞ് 7:30 ഫ്ളാറ്റിലെത്തിയത് എന്നാണ് അതിലുള്ളത്. എന്നാൽ 6 മുതൽ 6:15 പാൽക്കാരൻ മാനുവലിനെ കണ്ട് പാൽ പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. അതായത് അന്ന് രേഖ ജോഗിങ്ങിന് പോയിട്ടില്ല. ആ അപ്പാർട്ട്മെന്റിനുള്ളിൽ തന്നെ ആർക്കും അറിയാത്തവരിടത്ത് ഒളിച്ചിരിക്കുകയായിരുന്നു എന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞതും അഡ്വക്കേറ്റ് പ്രസാദ് എഴുന്നേറ്റു. ഒബ്ജക്ഷൻ യുവർ ഓണർ. രേഖ ജോഗിങ്ങിൽ നിന്നും നേരത്തെ മടങ്ങി വന്നിരിക്കാം. അതിന് അവരാണ് കൊലപാതകം ചെയ്തതെന്ന് പറയാൻ കഴിയൂ. നേരത്തെ വന്നവർ ഫ്ളാറ്റിലേക്ക് എന്തിന് 7:30 വന്നു എന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ ചോദിച്ചപ്പോൾ ഡിഫൻസ് ലോയർ അഡ്വക്കേറ്റ് പ്രസാദ് മറുപടിയില്ലാതെ തലതാഴ്ത്തി നിന്നു. ഓക്കെ, പ്രൊസീഡ് ടു നെക്സ്റ്റ് എവിഡൻസ് എന്ന് ജഡ്ജി പറഞ്ഞപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടർ അടുത്ത തെളിവായ ഫോറൻസിക് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ച ശേഷം പറഞ്ഞു. ഫോറൻസിക് റിപ്പോർട്ടിൽ രാവിലെ അടുക്കളയിലെ ക്രമീകരണങ്ങളിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. രേഖ 5:30 ജോഗിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അവർക്ക് ഗ്യാസിന്റെ ഗന്ധം തീർച്ചയായും കിട്ടിയിട്ടുണ്ടാവും. എന്നിട്ടും എനിക്കൊരു ഗന്ധവും തോന്നിയില്ല എന്ന് പോലീസിന് അവർ മൊഴി നൽകിയിട്ടുണ്ട്. യുവർ ഓണർ, ഗ്യാസിന്റെ മണം രേഖ ശ്രദ്ധിക്കാതെ പോയതാകാം. അതിന് അവരാണ് കുറ്റവാളിയെന്ന് പറയാൻ കഴിയുമോ എന്ന് ഡിഫൻസ് ലോയർ അഡ്വക്കേറ്റ് പ്രസാദ് പറഞ്ഞപ്പോൾ അഞ്ജലി എഴുന്നേറ്റു. പെർമിഷൻ ടു അസിസ്റ്റന്റ് യുവർ ഓണർ എന്ന് അഞ്ജലി ചോദിച്ചപ്പോൾ ഗ്രാൻഡഡ് എന്ന് ജഡ്ജി അനുമതി നൽകി. യുവർ ഓണർ, നിത്യയ്ക്കൊരു ശീലമുണ്ട്. ദിവസവും രാവിലെ ചൂടുവെള്ളത്തിൽ തേൻ ചേർത്ത് കുടിക്കുന്നത് നിത്യയുടെ പതിവാണ്. ഇത് രേഖ തന്നെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നിത്യ എഴുന്നേറ്റാൽ സ്റ്റൗ ഓൺ ചെയ്യുമെന്ന് രേഖയ്ക്ക് നന്നായി അറിയാം. 5:20 മുതൽ 5:25 അടുക്കളയിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് ഫോറൻസിക് റിപ്പോർട്ടിലുണ്ട്. അതായത് 5:20 നിന്നും 5:25 ആ മാറ്റങ്ങൾ വരുത്തിയിട്ട് 5:30 നിത്യയെ വിളിച്ചുണർത്തി ഒന്നും അറിയാത്തതുപോലെ ജോഗിങ്ങിന് പോകുന്നു എന്ന് പറഞ്ഞ് ആ ഫ്ളാറ്റിൽ നിന്നും രേഖ ഇറങ്ങി എന്ന് അഞ്ജലി പറഞ്ഞു തുടങ്ങിയപ്പോൾ രേഖ വിയർക്കാൻ തുടങ്ങി. ശരി, രേഖയാണ് മാറ്റങ്ങൾ വരുത്തിയതെന്നതിന് വേറെന്തെങ്കിലും സാക്ഷിയുണ്ടോ എന്ന് ജഡ്ജി ചോദിച്ചപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടർ എഴുന്നേറ്റു. യെസ് യുവർ ഓണർ. ഫോറൻസിക് ഫോട്ടോസ് എന്ന് പറഞ്ഞ് സ്റ്റൗ നോബിനടുത്ത് ടാൽക്കം പൗഡർ ഇരിക്കുന്ന ഒരു ഫോട്ടോ കോടതിയിൽ സമർപ്പിച്ചു. യുവർ ഓണർ,
ഈ ഫോട്ടോയിൽ സ്റ്റൗ നോബിനടുത്ത് വെള്ള നിറത്തിൽ ഒരു പൗഡർ കാണുന്നുണ്ട്. അതൊരു സാൻഡൽ ഫ്ലേവർ ടാൽക്കം പൗഡറാണ്. ഇത് രേഖയുടേതാണ്. ഇത് രേഖയുടേതാണെന്നതിന് എന്ത് തെളിവാണുള്ളത്? അത് നിത്യയുടെ ടാൽക്കം പൗഡർ ആയിക്കൂടെ എന്ന് അഡ്വക്കേറ്റ് പ്രസാദ് ചോദിച്ചപ്പോൾ കാവ്യ എഴുന്നേറ്റു. യുവർ ഓണർ, ആ ഫ്ലാറ്റിൽ 2 ടാൽക്കം പൗഡർ ഉണ്ടായിരുന്നു. ഒന്ന് സാൻഡൽ ഫ്ലേവർ, മറ്റൊന്ന് ഫ്ലവർ ഫ്ലേവർ. ഞങ്ങൾ രേഖയെ കണ്ട് ഈ കേസിനെ പറ്റി സംസാരിച്ചപ്പോൾ അവരിൽ നിന്നും സാൻഡൽ ഫ്ലേവർ സുഗന്ധമായിരുന്നു വന്നത്. അവരുടെ തൂവാൽ അവർ പോലും അറിയാതെ എടുത്ത് ഞങ്ങൾ ടെസ്റ്റ് ചെയ്തു നോക്കി. അവർ ഉപയോഗിക്കുന്ന ടാൽക്കം പൗഡർ സാൻഡൽ ഫ്ലേവർ തന്നെയാണെന്ന് ലാബ് റിപ്പോർട്ട് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അതിനുള്ള സർട്ടിഫിക്കറ്റ് ഇതാ എന്ന് പറഞ്ഞ് ഒരു ഫയൽ കോടതിയിൽ സമർപ്പിച്ചു കാവ്യ. ആ റിപ്പോർട്ട് ജഡ്ജി വായിച്ചു നോക്കി. സാൻഡൽ ഫ്ലേവർ രേഖയുടെ തന്നെ ഇതായിരിക്കാം. പക്ഷെ അവരാണ് ഇത് ചെയ്തത് എന്നതിന് ഐ വിറ്റ്നസ് ആരുമില്ലല്ലോ എന്ന് അഡ്വക്കേറ്റ് പ്രസാദ് പറഞ്ഞപ്പോൾ കാവ്യ എഴുന്നേറ്റ് സംസാരിക്കാൻ തുടങ്ങി. സത്യാണ്, നേരിട്ടുള്ള സാക്ഷികളില്ല. പക്ഷേ സന്ദർഭവും സാഹചര്യവും സത്യത്തെ താങ്ങി നിൽക്കുന്നു. നിത്യയുടെ വളർച്ച കാണുന്തോറും രേഖയുടെ മനസ്സിലുണ്ടായിരുന്ന അസൂയ പകയായി മാറി. ഒടുവിൽ പ്രശസ്ത മ്യൂസിക് ഡയറക്ടർ രാഘവൻ സാർ നടത്തിയ ഓഡിഷന് 2 പേരും പോയി. അവിടെ നിത്യ സെലക്റ്റായി. നിത്യയില്ലെങ്കിൽ അടുത്ത സ്ഥാനത്തുള്ള രേഖയ്ക്കാണ് ആ അവസരമെന്ന് രേഖ മനസ്സിലാക്കി. അവളിൽ വർദ്ധിച്ചു വന്നിരുന്ന പക അവളെ മൃഗീയമാക്കി മാറ്റി. ഉറ്റ സുഹൃത്താണെന്ന് പോലും നോക്കാതെ ആ ക്രൂരകൃത്യം ചെയ്യാൻ തുനിഞ്ഞു. നിത്യയോടുണ്ടായിരുന്ന അസൂയ അവളിലുണ്ടായിരുന്ന സൗഹൃദത്തെ കൊന്നുകളഞ്ഞു എന്ന് കാവ്യ തന്റെ വാദം അവസാനിപ്പിച്ചപ്പോൾ അഞ്ജലി എഴുന്നേറ്റു. 5:15 എഴുന്നേറ്റ രേഖ 5:20 നിന്നും 5:25 അടുക്കളയിലെ ക്രമീകരണങ്ങളിൽ മാറ്റം വരുത്തിയിട്ട് അവളുടെ ടാൽക്കം പൗഡർ ഉപയോഗിച്ച് വിരലടയാളം മായ്ച്ചിട്ട് നിത്യയെ വിളിച്ചുണർത്തി ജോഗിങ്ങിന് പോകുന്നത് പോലെ ഫ്ളാറ്റിൽ നിന്നും ഇറങ്ങി. പക്ഷേ ജോഗിങ്ങിന് പോകാതെ ആ അപ്പാർട്ട്മെന്റിനുള്ളിൽ തന്നെ ഒളിച്ചിരുന്നു. പതിവ് പോലെ പാൽക്കാരൻ മാനുവൽ അവരുടെ ഫ്ളാറ്റിൽ പാലിടാൻ പോയാൽ ഗ്യാസ് മണം അറിഞ്ഞ് നിത്യയെ രക്ഷപ്പെടുത്തുമെന്ന് കരുതി അദ്ദേഹത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ വെച്ച് തന്നെ കണ്ട് പാൽ പാക്കറ്റ് വാങ്ങി അദ്ദേഹത്തെ 3rd ഫ്ലോറിലേക്ക് പറഞ്ഞയച്ചു രേഖ. പിന്നീട് അയൽക്കാർ ഗ്യാസ് മണം വന്ന് നിത്യയുടെ വീടിന്റെ വാതിൽ പൊളിച്ച് ഉള്ളിൽ കയറി. അവിടെ നിത്യ അടുക്കളയിൽ തറയിൽ വീണ് കിടക്കുമായിരുന്നു. ഉടനെ പോലീസിൽ വിവരം അറിയിച്ചു. അതിനുശേഷം പോലീസ് വന്ന് അന്വേഷണമൊക്കെ കഴിഞ്ഞ് പോലീസ് പോയതിനു ശേഷം ഒന്നും അറിയാത്തവളെ പോലെ രേഖ 7:30 ഫ്ളാറ്റിലേക്ക് വന്നു. ഇതാണ് നടന്ന സത്യം യുവർ ഓണർ എന്ന് അഞ്ജലി പറഞ്ഞു. കോടതിയിൽ നിശബ്ദത പരന്നു. രേഖ കരയാൻ തുടങ്ങി. ജഡ്ജി തന്റെ കണ്ണട ശരിയാക്കി വിധിന്യായം എഴുതാൻ തുടങ്ങി. കുറച്ച് സമയത്തിന് ശേഷം എഴുതിയ വിധി വായിക്കാൻ തുടങ്ങി. അസൂയ ഒരാളെ ഏത് നിലയിലേക്ക് കൊണ്ടുപോകുമെന്നതിന് ഈ കേസ് ഒരു ഉദാഹരണമാണ്. ഇരുഭാഗത്തെയും വാദങ്ങൾ കേട്ട ശേഷം അഭിഭാഷകരായ കാവ്യ, അഞ്ജലി എന്നിവരുടെ സഹായത്തോടെ പ്രോസിക്യൂഷൻ സംശയാസ്പദമായി കുറ്റം തെളിയിച്ചിട്ടുള്ളതായി ഈ കോടതി കരുതുന്നു. കുറ്റം ആരോപിക്കപ്പെട്ട രേഖയാണ് നിത്യയെ കൊലപ്പെടുത്തിയതെന്നത് സംശയമില്ലാതെ തെളിയിക്കപ്പെട്ടിരിക്കുന്നു. കൂടാതെ തനിക്കെതിരെയുള്ള തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നതും വ്യക്തമായി ഈ കോടതിയിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതിനാൽ കുറ്റവാളി രേഖയ്ക്ക് IPC 302, 201 വകുപ്പുകൾ പ്രകാരം ജീവപര്യന്തം തടവ് നൽകി ഈ കോടതി വിധിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ജഡ്ജി എഴുന്നേറ്റു. രേഖയുടെ കണ്ണുകളിൽ ഒരു ശൂന്യതയും മരവിപ്പും ഉണ്ടായിരുന്നു. വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ അവളെ കൊണ്ടുപോയി. വളരെ നന്ദി. എൻ്റെ ഒരു അനിയത്തി മരിച്ചുപോയെന്ന് വിഷമിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ 2 അനിയത്തിമാരെ ഇവിടെ ലഭിച്ചു എന്ന ആശ്വാസത്തോടെ ഞാനിവിടെ നിന്നും പോകുന്നു എന്ന് കാവ്യയും അഞ്ജലിയെയും നോക്കി വികാരഭരിതനായി പറഞ്ഞിട്ട് കണ്ണുകളിൽ നിറഞ്ഞൊഴുകുന്ന കണ്ണീരോടെ അവിടെ നിന്നും അരവിന്ദ് യാത്രയായി. ഡിയർ ഫ്രണ്ട്സ്, ഈ കഥയുടെ അവസാനിച്ചു. കൂടുതൽ കഥകളുമായി നമുക്ക് വീണ്ടും കാണാം. കഥ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ഒരു ലൈക്കും കൂടി. ബൈ.